ഹലോ, ഗുഡ് ഈവനിങ്. അതറിയാതെ വന്നു പോയതാട്ടോ. 8:30 ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അറിയാതെ സെഷൻ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ് ഈവനിങ് ഇതൊക്കെ ഉണ്ട് എന്ന് വരും. ഓട്ടോമാറ്റിക് ആയി പോയതാണ്. നമുക്ക് അപ്പൊ ഇന്ന് ഗുഡ് സെഷന് ഈവനിങ്. കുറച്ച് ഗുഡ് ഈവനിങ്. നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ എല്ലാവരും ടൂൾസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മള് മെന്റേഴ്സ് ഒക്കെ കണക്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇതിപ്പോഴും നമ്മൾ പറയല് നമ്മളെ കയ്യിൽ നിന്നൊക്കെ മിസ്സായി പോകും. കുറെ തിരക്ക് വരുമ്പോൾ നമ്മൾ അല്ലാത്ത കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ. പക്ഷെ പറ്റുന്ന പോലെ എപ്പോഴും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് എന്നും പെർഫെക്റ്റ് ആയി പറ്റണമെന്നില്ല. പക്ഷെ പറ്റുന്ന ദിവസങ്ങളിൽ പറ്റുന്ന പോലെ ചെയ്യാം. ഞാൻ എല്ലാ സമയത്തും എല്ലാവരോടും ഇതാ പറയല്, നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത്. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ബുക്കും പെന്നും എഴുതിയെടുക്കാൻ ടൈം ഇല്ലെങ്കിൽ ഫോണിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഇപ്പൊ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. നമുക്ക് നമ്മളെ നമ്പറിൽ തന്നെ ചാറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ മോർണിംഗ് മെഡിറ്റേഷന് പറ്റുന്നില്ല, ഭയങ്കര ഹർബറിയാണ് മക്കള് സ്കൂളും തിരക്കൊക്കെ ആയിട്ട്, നമുക്ക് നൈറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അത് അറിഞ്ഞു വന്നു കഴിഞ്ഞാല് നമ്മളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിന് ടൈം കണ്ടെത്തും. അത് നമുക്ക് അറിയാൻ എടുക്കുന്ന ഒരു ഗ്യാപ്പാണ് നമുക്ക് ചെയ്യുന്ന വലിയൊരു ബ്ലോക്ക് വരുന്നത്. ഞാൻ സീരിയസ് ആയി കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല. അഫ്സൽ സാറിന്റെ നല്ല അടിപൊളിയായി ക്ലാസ് ഒക്കെ എടുത്തു തരും കേട്ടാ. വലിയൊരു സെഷനിക്ക് വെൽക്കം ചെയ്യണം. എന്നിരുന്നാലും കുറെ ഡേയ്സ് ആയിട്ടും ഉള്ളിൽ 10-12 പേരുണ്ടല്ലോ. ഇതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ഇന്ന് സെഷനും കേൾക്കാം, കൂടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും വെൽക്കം അഫ്സൽ സാർ, വെൽക്കം ചെയ്യാം. വെൽക്കം. താങ്ക് യു, താങ്ക് യു. ചെറിയ സൗണ്ട് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കാം. പിന്നെ എല്ലാ പ്രാവശ്യവും തുടങ്ങും പോലെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി നമ്മൾ തുടങ്ങുകയാണ് ഗൈസ്. ഇന്ന് കാര്യമായിട്ട് വലിയൊരു സെഷൻ എന്നുള്ള രീതിയിലല്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് അതിൽ കൂടുതൽ അറിയേണ്ടത്, ടൂൾസ് ചെയ്തു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. കുറച്ചൊക്കെ ചെയ്തിരുന്നു, പിന്നെ നിർത്തി, പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് അവർക്ക് ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡയമെൻഷൻസ് ഓഫ് ലൈഫ് വരച്ചിരുന്നല്ലോ. 4 വരങ്ങനെ വരച്ചിട്ട്, ക്രോസ് ഒക്കെ വരച്ചിട്ട്, അതിൽ ഏതെങ്കിലും മേഖലയിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ് എങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഹെൽത്തിലോ, വെൽത്തിലോ, റിലേഷൻഷിപ്പിലോ, സ്പിരിച്വാലിറ്റിയിലോ ഏതെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തോ. ഞാൻ എല്ലാവരോടും ചോദിക്കാൻ പോവാട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ECG ആയിരുന്നു പറഞ്ഞത്, എക്സ്പീരിയൻസ്, കോൺട്രിബ്യൂഷൻ, ഗ്രോത്ത്. പിന്നെ വിഷൻ ബോർഡ് പറഞ്ഞിരുന്നു, ഫോർഗിവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ് പറഞ്ഞിരുന്നു. പിന്നെ വിഷ്വലൈസേഷന്, ഗോൾ സെറ്റിംഗ്, അഫർമേഷന്, മെഡിറ്റേഷൻ നമ്മൾ പിന്നെ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങി. ആ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നത്. കുറച്ച് 1, 2, 3 കാര്യങ്ങൾ കൂടെ ഒന്ന് സംസാരിക്കാനുണ്ട്. പക്ഷെ അതിന്റെ മുന്നേ ഇതുവരെ നമ്മൾ ഇപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നമ്മൾ പറഞ്ഞിരുന്നു, പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ ചെയ്ത് ഇപ്പൊ നമ്മൾ ഡെയിലി ടാസ്കുകൾ 10-23 ദിവസം ഡിഫറെന്റ് ഡിഫറെന്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ചില ആൾക്കാർ അത് കാണൽ പോലും ഇല്ല, അത് വേറെ കാര്യം. ഇങ്ങനെ ഓപ്പൺ ആക്കൂ, 100 ആക്കിയിട്ട് റീഡ് ചെയ്തിട്ട് വല്ല പുറത്തേക്ക് തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഓരോരുത്തർ ഒന്ന് ഷെയർ ചെയ്യാം ക്ലാസ്. അല്ലല്ല, അത് വേണ്ട. അങ്ങനെയാണ്. പിന്നെ അടുത്ത ആദ്യം ആരാ പറയാ? ഷഹനാസ് മാം. ഷഹനാസ് മാം എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും മാം. എന്താണ് മാമിന് എന്താ ഫീൽ ചെയ്തത്? മാം ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ചെയ്ത സമയത്ത്. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ. എന്റെ റേഞ്ചിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പൊ അല്ലല്ല, കേൾക്കാം. ഇപ്പൊ ഓക്കെ, സെറ്റ് ആണ്, അടിപൊളി. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞാന് ഒരു ഒരുവിധം കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ചെയ്യാറുണ്ട്. അതിൽ ഞാൻ ചെയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ 2 പ്രാവശ്യം ചെയ്ത ഒരു ഫോർഗീവ്നെസ് ചെയ്യണത്, എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്കുള്ള ഒരു, നമ്മളെ എനർജി ലോ ആയി കിടക്കാൻ പോകുമ്പോൾ അത് മിസ്സാവലുണ്ട് എപ്പോഴും. പക്ഷെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ അവരോട് അങ്ങോട്ട് ക്ഷമിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയും, അത് അവരങ്ങനെയാണ്, നീ അത് മൈൻഡ് ചെയ്യണ്ട, ക്ഷമിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആരോട് അങ്ങനെ എന്താ പറയാ, ഉം, ഒരു ദേഷ്യമോ അങ്ങനെ ഒന്നും എന്തവര് ചെയ്താലും തോന്നാറില്ല. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാറുണ്ട്. എന്നെ കൊണ്ടാവും പോലെ ടാസ്കുകൾ ചെയ്യാറുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാല്, നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും നന്മയെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെഴുതും. കാരണം റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ, കാരണം കുറെ കാര്യങ്ങൾ റിപ്പീറ്റേഷൻ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എക്സ്ട്രാ എന്ത് എഴുതാൻ പറ്റും എന്നുള്ളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക്
ഒരിക്കലും എന്താ പറയാ നെഗറ്റീവ്സിലേക്ക് പോവില്ല, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതെന്റെ ഞാനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന്. ഇപ്പൊ എന്റെ കൊളീഗ്സ് ആയാലും എന്റെ സ്റ്റാഫ് ആയാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ടിപ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അവര് ചിലപ്പോ കരുതുന്നുണ്ടാവും ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നതൊക്കെ, പക്ഷെ ഞാനിങ്ങനെ നിങ്ങൾ നല്ലത് മാത്രം നോക്കിയാൽ മതി, അപ്പുറത്തോട്ട് നോക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ ഒരു ക്ലാസ് എടുത്തില്ല, ആ സമയത്ത് ഞാൻ ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. എന്റെ മക്കളടുത്ത് ഞാൻ പറഞ്ഞു, ഒരു ബുക്കൊക്കെ കൊടുത്തു എല്ലാവർക്കും. ഇതിനകത്ത് 5 എണ്ണം കുറെ എഴുതാൻ പറഞ്ഞാൽ അവർ എഴുതില്ല, ഒരു 2, 3, 5 വരെ അത്ര വെച്ച് എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്ത് മാറ്റം ഉണ്ടായോ ആ രീതിയിൽ അവർക്കും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ടാസ്കുകളിലൊക്കെ കുറെയൊക്കെ ചെയ്യാറുണ്ട്. വിഷൻ ബോർഡിലുള്ള കാര്യങ്ങള് അച്ചീവ് ചെയ്ത് വരുന്നേ ഉള്ളൂ, അതിനെന്തായാലും സമയം എടുക്കുമല്ലോ. അപ്പം അതിലേക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഇപ്പം കുറച്ചൊരു ടൈറ്റ് ആയിട്ട് പോണ ഒരു സമയമാണ്. എന്നാലും നല്ല മാറ്റം എനിക്കെന്ന് തോന്നാറുണ്ട്. ഞാനെന്നൊരു വ്യക്തിനെ കുറച്ചും കൂടെ ഒന്ന് നല്ല വ്യക്തിയാക്കാൻ നിങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് എല്ലാരോടും ഒരുപാട് താങ്ക്സ്. ഇനി ഓരോരുത്തർ പറയുമ്പോഴേക്കും എനിക്ക് പുതിയ കാര്യങ്ങൾ ഓർമ്മ വരാം, അപ്പൊ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അല്ല മാം, ദേഷ്യമൊക്കെ കുറവുണ്ടോ? ഓ, കുറവുണ്ട്, ശരിക്കും കുറവുണ്ട്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് നമ്മള് പുറമെ നല്ല ആളാണെങ്കിൽ വീട്ടിലെത്തിയാലല്ലേ നമ്മള് ശരിക്കും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരും. പ്രത്യേകിച്ച് ഹസ്ബൻഡിനോടൊക്കെയാണ് എപ്പോഴും ദേഷ്യം വരിക. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭർത്താക്കന്മാരും അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കണേ. പക്ഷെ ഇപ്പൊ എനിക്കതൊരു പ്രശ്നമല്ല. ആളെങ്ങനെയാണോ അതുപോലെ ഞാൻ അംഗീകരിക്കുന്നു. ഇടയ്ക്ക് ഞാൻ ഫോർഗീവ്നെസ് ആകെ കൊടുക്കുന്നത് മൂപ്പർക്കാണ്. എന്നാലും ഹാപ്പി ആയിട്ട് പോകുന്നു. ആ പ്രോഗ്രാമിന് ശേഷം ഞാൻ ചൂടായിട്ടില്ല. മാഷാ അല്ലാ, അടിപൊളി, മാഷാഅല്ലാ, മാഷാഅല്ലാ. സന്തോഷം, അൽഹംദുലില്ലാ, പരിപാടിക്ക് താങ്ക് വന്നത് യു സോ മച്ച്. ശരിക്കും മുതലായി. പിന്നെ പൈസ വേറൊരാളുണ്ട് ഇവിടെ മുതലായി. അത് ശരിക്കും മുതലായി. ഞാൻ പറഞ്ഞു ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന് എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ സമയവും എന്റെ ഫാമിലി ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ ഈ ഒരു സാഹചര്യം PhDന്റെ പീക്ക് ടൈമിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അത് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. അതായത് നല്ല ഒരു തുറന്ന അതൊന്നും മനസ്സോട് കൂടി എനിക്ക് അതൊന്നും അതൊന്നും അതിലേക്ക് കുഴപ്പമില്ല ഡെഡിക്കേറ്റ് മാം. ചെയ്യാൻ പറ്റില്ല. എല്ലാ നമുക്ക് അടുത്ത കാര്യങ്ങളും ബാച്ച്. ഹയറായ സമയത്ത് നടക്കുക. ചിലപ്പോ ഇത് മാമിന് ആവശ്യമുള്ള കാര്യമായിരിക്കില്ല. ഹയറായ സമയത്ത് നടക്കട്ടെ, അല്ലാണ്ട് ഇത് ചെയ്യണം അങ്ങനെ യെസ്. അങ്ങനെ അങ്ങനെ നിർബന്ധമില്ല. നമ്മളിങ്ങനെ ഫ്ലോ ചെയ്താൽ മതി. പിന്നെ അതേപോലെ വേറെ വലിയ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഷഹനാസ് മാം. പിന്നെ വേറെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വേറൊരാൾ ഇവിടെ ഉണ്ട്. സൽമാൻ ഖാന്റെ ബോഡിയോട് കൂടി, മറ്റേ യേശുദാസിന്റെ സൗണ്ടോട് കൂടി, മിസ്റ്റർ സൊല. ഞാന് സൽമാൻ ഖാൻ ഞാൻ ആലോചിക്കുന്നു ആരും കാണില്ല. ആരാണ്? അപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ വന്ന സമയത്ത് എന്ന് വെച്ചാല് ഞാൻ കരിയറിലായാലും ഇപ്പൊ മെന്റലി ആയാലും ഒക്കെ ആകെ ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ യൂണിക് ഫെസ്റ്റിന് വന്നിരുന്നത്. പക്ഷെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എനിക്ക് ഈ ഇടയായിട്ട് ഒന്ന് കട്ട് ഓഫ് ആയിരുന്നു. പക്ഷെ അത് എഴുതി ഞാൻ പറഞ്ഞുതരാം. അതായത് ഡെയിലി ഇപ്പൊ എനിക്കാണെങ്കിലും ഇപ്പൊ ഒരു പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം റീസൺസ് ഉണ്ടായില്ല, ആദ്യം ലൂപ്പിൽ പെട്ട പോലെ അവസ്ഥയായിരുന്നു. അതായത് കാലത്തല്ല ഉച്ചയ്ക്ക് എനിക്ക് എന്റെ സിസ്റ്റം അതായിരുന്നു. എന്റെ പഴയ സിസ്റ്റം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് പുലർച്ചെ ഒരു 3:30-4 മണിയാകുമ്പോ എനിക്കല്ല ഉറങ്ങും. എന്നിട്ട് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു 11 മണി 12 മണിയാകുമ്പോ എനിക്കുക. പിന്നെ എനിക്ക് ഓൺലൈൻ ഡിഗ്രി ആയ കാരണം അതിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരിക്കുക. പിന്നെ കുറെ നേരം ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കുക. ജിമ്മിലൊന്നും പോയിരുന്നില്ല അവസരം. അപ്പൊ അങ്ങനെ ഡൗൺ ആയി ആകെ മെന്റലി ആയാലും മൊത്തം വീക്ക് ആയിരുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ ക്ലാസ് കണ്ടു, അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല പിന്നെ ഈ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചാനലും അങ്ങനെ ആക്ടിവിറ്റീസും ഒക്കെ വന്നപ്പോ ആ സമയത്ത് വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. നമുക്ക് ഇങ്ങനെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച, അതായത് നവംബർ ലാസ്റ്റ് വീക്ക് ആയപ്പോ ഒരു പെട്ടെന്ന് മൈൻഡിൽ തോട്ട് ഏഹ് അതായത് പെട്ടെന്നൊരു തോട്ട് വന്നു. അതായത് ജിമ്മിന് പോയി തുടങ്ങാം, അങ്ങനെ ഒരു സംഭവം വന്നു. ജിമ്മിന് പോയി തുടങ്ങിയപ്പോ പിന്നെ ആ ഒരു റൂട്ടീനായ സിസ്റ്റംസ് ആയി. പിന്നെ മൈൻഡ് ഒരു മൊത്തം റിഫ്രഷ്മെന്റ് കിട്ടിയ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജനറൽ എഴുതുന്നുണ്ട്. അതായത് ഇവിടെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നഴ്സറി ഒക്കെ ഉണ്ട് ചെടികളുടെ. അപ്പൊ അതിൽ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. പിന്നെ പുതിയ റീസൺസ് കണ്ടുപിടിക്കാൻ തുടങ്ങി എഴുതാനായിട്ട്.
ഞാൻ പിന്നെ ഇപ്പൊ പഠനത്തിലായാലും കുറച്ച് പിന്നോക്കം നിന്നിരുന്നു. നന്നായിട്ട് പഠിക്കും, എന്നാൽ നല്ല മടിയായിരുന്നു എനിക്ക്. മടിയെന്ന് വെച്ചാൽ ഇപ്പോഴും മടിയൊക്കെ തന്നെയാണ്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പൊ ഡബിൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ക്ലാസ്സസ് എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ക്ലാസ്സസ് അല്ല. അപ്പൊ അത് കാരണം ഞാൻ തോന്നിയ പോലെ ഇരുന്നായിരുന്നു. ഞാൻ ഇപ്പൊ ആലോചിച്ചു, ഈ വെറുതെ ഡിഗ്രി എടുത്തു കഴിഞ്ഞാല് എല്ലാവരും പോലെയോ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം. ഞാൻ ഇപ്പൊ ഒരു കോഴ്സറ അഫ്സൽ കാർഡ് ഞാൻ പറഞ്ഞിരുന്നു, കോഴ്സറയുടെ കോഴ്സസ്. അപ്പൊ ആ കോഴ്സസിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എത്തിക്കൽ ഹാക്കിങ്ങും സൈബർ സെക്യൂരിറ്റി പിന്നെ ഡാറ്റ അനലിസ്റ്റ് ഇതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പൊ ലിങ്ക്ഡിനിൽ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിച്ചു പഠിച്ച്. പിന്നെ എന്ന് പറയാന്ന് ഇപ്പോ ഒരാഴ്ചയായി ഞാനിപ്പോ എന്തോ പെട്ടെന്ന് ഒരു മറ്റേ മനസ്സാന്തരം എന്നൊക്കെ പറയില്ലേ, സ്പിരിച്വാലിറ്റി വല്ലാണ്ട് തലക്കി അടിച്ചിട്ട് ഇപ്പൊ സുബൈക്ക് ഒരു 5 മണിയാകുമ്പോ എണിക്കുക, സുബൈ നിസ്കരിക്കുക, നേരെ ജിമ്മിന് പോവുക, തിരിച്ചു വീട്ടിൽ വരാ, പഠിക്കാതിരിക്കുക. അതായത് ആദ്യം ഇപ്പോ പുലർച്ചെ 4 മണിക്ക് ഉറങ്ങിയിരുന്ന ആള് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്കാൻ തുടങ്ങി. അത് കാരണം ഇപ്പൊ നേരത്തെ ഒരു 11 മണി 10:30 ആകുമ്പോ ഞാൻ കിടന്ന് ഉറങ്ങിയിപ്പോ മൊത്തത്തിൽ അങ്ങോട്ട് ഒരു മാറ്റം കിട്ടിയ പോലെ. അപ്പൊ ആക്ച്വലി ശരിക്കും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചാനലും സംഭവം ശരിക്കും അഫ്സൽ കാർഡ് ആ മോട്ടിവേഷൻ ഞാൻ ഇപ്പൊ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈസ് ഇതൊക്കെ ഇരുന്നിട്ട് അതിന്റെ ഒരു അതിക്ക് ചാടാനുള്ള ഒരു സംഭവം, ഈ സിസ്റ്റത്തിൽ ഈ ലൂപ്പിൽ നിന്ന് വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സംഭവം. ഇപ്പോ എന്റെ ലൈഫ് എന്ന് വെച്ചാല് മോർണിംഗ് ജിമ്മിന് പോവാ, പഠിക്കാതിരിക്കുക, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോ ഉറക്കം വന്നാല് കുറച്ചു നേരം ഉറങ്ങും, 1 മണിക്കൂർ 2 മണിക്കൂർ ഉറക്കം തികഞ്ഞില്ലെങ്കിൽ. പിന്നെ വൈകിട്ടും ജിമ്മിന് പോവാ, പഠിക്കാതിരിക്കുക, നിസ്കരിക്കുക, പരിപാടികളൊക്കെ ആയി. അതാണ് ഇപ്പോഴത്തെ എന്റെ റുട്ടീൻ. മാഷാ അല്ലാ, മാഷാ അല്ലാ. പിന്നെ ഇതൊക്കെ സൈഡായിട്ട് അല്ലേ മാറ്റം എന്ന് പറഞ്ഞാലേ. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷം. ഇതെന്താ പറയാ, ഇത് കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ തന്നെ ആലോചിക്കും, എനിക്ക് തന്നെ എത്ര മാറ്റങ്ങളൊന്നും വന്നില്ലല്ലോ ഇതുവരെ. മാഷാ. പക്ഷെ അഫ്സൽ ഞാൻ വെച്ചാലേ എനിക്ക് അന്ന് മറ്റേ യൂണിക്നെസ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോഴായാലും സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അതായത് ഞാൻ പണ്ട് +2 പഠിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്തോ അങ്ങനെ സംസാരിക്കാൻ ഒരു ധൈര്യം കിട്ടിയ പോലെ എല്ലാവരും ഉള്ള കാരണം. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യുന്നത് അറിയോ, ചില കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ എഫേർട്ട് എടുത്ത് തുടങ്ങിയ സമയത്ത് കുറച്ച് കുറച്ച് നേരത്തെ എണീക്കാൻ നോക്കി, കുറച്ച് എന്താണ് വായിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ നിങ്ങളെ മനസ്സിൽ തോന്നി ജിമ്മിന് പോകണമെന്ന് തോന്നി. എന്താ സംഭവം എന്നറിയോ, ഈ ഉം. നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും ദുനിയാവിലെ എന്ത് തന്നെ നമുക്കറിയാലോ, ദുനിയാവിലെ എല്ലാ സാധനങ്ങളും മനുഷ്യന്മാരുടെ മനസ്സിലൂടെയാണ് പഠിച്ചുകൊണ്ടിട്ടിരുന്നത്. ഉം. അതെങ്ങനെ സംഭവിക്കുന്നത് അറിയോ, ഇതേപോലെ ഓരോ കാര്യങ്ങൾ, ഈ തോട്ട് നല്ല നല്ല രീതിയിലുള്ള ഹാബിറ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്താരീതി ആദ്യം മാറണം. അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും ഫോർഗീവ്നെസ്സും അൺകണ്ടീഷണലും ഒക്കെ ചെയ്യുന്ന ഒരാളാകുമ്പോൾ ചിന്തിക്കുന്ന രീതിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരും. നല്ല നിങ്ങൾ പറയല്ലേ, ഈ നേരത്തെ ഷനാസ്മൻ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം എന്ത് വെറൈറ്റി ഞാൻ നാളെ എഴുതുന്നു നോക്കി, അങ്ങനെ നോക്കി തുടങ്ങുന്ന ഒരാളുടെ മൈൻഡ് എല്ലാ സമയത്തും ഇങ്ങനെ നന്മയിലേക്ക് ഇങ്ങനെ ഇതൊരു നല്ല കാര്യമാണല്ലോ, ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു എന്റെ ജീവിതത്തിൽ. ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും, പക്ഷെ ഇതിന് ഞാൻ നന്ദി പറയേണ്ടതുണ്ടല്ലോ. അങ്ങനെ നോക്കി തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ, അങ്ങനെ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് അല്ലെങ്കിൽ നന്ദിയുള്ള ഹൃദയങ്ങളിലേക്ക് പടച്ചോൻ ഇങ്ങനെ ഓരോന്നിട്ട് തരും. മോനെ എന്നാ, അല്ലെ മോളെ എന്നാ, ഇത് ചെയ്തോ, ഇങ്ങനെ ചെയ്തോ. അത് പല പല ഹാബിറ്റുകളായിരിക്കും, പല ഐഡിയകളായിരിക്കും, പല ബിസിനസ് മോഡലായിരിക്കും, പല ആളുകളെ കണക്ട് ചെയ്യാനുള്ള കഴിവായിരിക്കും. പലതും ഓനെ പോയി കണക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഒരു പൈസക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചിരും, എന്താ പറയാ, ഓനോട് ചോദിച്ചാൽ കിട്ടും, മോനെ ചോദിച്ചോ, നീ പോയി ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ കിട്ടും. ഒരു എഫേർട്ടും ഇല്ലാണ്ട്. അതാണ് ഫ്ലോ ചെയ്യാന്ന് പറയും. നമ്മൾ ആ ഗൈഡൻസിലേക്ക് ഇങ്ങനെ പഠിച്ചോനെ ഇങ്ങനെ നമുക്ക് എല്ലാ സമയത്തും ഈ ഗൈഡൻസ് ഇങ്ങനെ കിട്ടുന്നുണ്ട് എല്ലാ മനുഷ്യന്മാർക്കും. അപ്പൊ അതിങ്ങനെ നമുക്ക് എന്തുകൊണ്ടാണ് ആ ഗൈഡൻസിലേക്ക് എല്ലാ സമയത്തും ശ്രദ്ധിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാല് നമ്മളുടെ മൈൻഡ് മൊത്തം ഡിസ്ട്രാക്റ്റഡ് ആണ്. ആ ഗൈഡൻസിലേക്ക് ശ്രദ്ധിക്കണമെങ്കിൽ ഹൃദയത്തിൽ നന്ദി വേണം, നമ്മളെ ചിന്തയിൽ പോസിറ്റിവിറ്റി വേണം. നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി അടുത്ത പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നം. പറഞ്ഞോളെ. അതല്ല, ഞാനിപ്പോ ഈ നെഗറ്റിവിറ്റി പറഞ്ഞപ്പോഴാണ് ഹഫ്സൽ കയ്യിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ അയച്ചിരുന്ന മെസ്സേജസിന്റെ കയ്യിലും മൊത്തം ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരുന്നു. ഞാൻ നല്ലതല്ല, ഞാൻ ഇങ്ങനെയായിട്ടാണ് പോകുന്നത്. ആദ്യം ആ മൈൻഡ് സെറ്റ് എനിക്ക് പോയി എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ ഫുള്ള് ഇപ്പൊ വല്ല ഇഷ്യൂസ് അതിൽ ഉണ്ടായി കഴിഞ്ഞാലും ഇപ്പൊ ഇന്നത്തെ ഒരു ഇൻസിഡന്റ് പറയാം. ജിമ്മില് എന്തോ കറണ്ട് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ജിമ്മിന്റെ ഒരു ട്രെയിനറിനെ പുറത്താക്കി. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചപ്പോഴായാലും നമുക്ക് ശരിക്കും ഞാൻ ക്ലോസ് ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷെ ചിന്തിച്ചപ്പോ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഒരു കാരണം ഇല്ലാണ്ട് ഒരു കാര്യം നടക്കുന്നില്ല. അപ്പോ ചിലപ്പോ ചിലപ്പോ ഇതിന്റെ പിന്നിൽ നല്ലൊരു ഉദ്ദേശം ഉണ്ടാവും, പഠിച്ചു ഇത് ഈ കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോ അതിന്റെ കാര്യത്തിൽ നെഗറ്റീവായി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഈ സംഭവം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി.
അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ ഫുള്ള് നെഗറ്റീവ് തോട്ട് അഫ്സൽക്കാക്ക് അറിയാം. ഇപ്പോ Yes, yes. മാഷാ അല്ലാ, എനിക്ക് അത്രേ പറയുള്ളൂ. അല്ല അത് നമുക്ക് എന്താ സംഭവിക്കാറ്, ഇങ്ങനെ ചിന്തിക്കുന്ന രീതി മാറുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും നമ്മൾ ചിന്തിക്കാൻ അറിയും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഏതെങ്കിലും ട്രാഫിക് ജാമായി കുടുങ്ങി ഏതോ ഒരു സമയത്ത് എവിടെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫസ്ലുക്ക ഡ്രൈവ് ചെയ്ത് കൊടുക്കുക. ഫസ്ലുക്കാക്ക് ചിലപ്പോ ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട് മൊത്തം ബ്ലോക്കായി. അപ്പൊ നോർമലി ഉള്ള ഒരു മനുഷ്യനാണ് എങ്ങനെ ചിന്തിക്കാറ്, ആരാണ് ഇത് ബ്ലോക്ക് മാറുന്നില്ല, എനിക്ക് 10 മണിയാകുമ്പോ അവിടെ എത്തേണ്ടിയാണ്, അത് അങ്ങനെ ചിന്തിക്കുക. പക്ഷെ ചിന്തയിൽ മാറ്റങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്താ ചിന്തിക്കുക അറിയോ, ഇത് ചിലപ്പോ പടച്ചോൻ ഏതെങ്കിലും ആക്സിഡന്റ് എന്നൊക്കെ എന്നെ രക്ഷിച്ചായിരിക്കും, ഞാൻ ആ സമയത്ത് തന്നെ പോയാൽ ചിലപ്പോ അവിടെ ഏതെങ്കിലും വണ്ടി വന്ന് തട്ടും ഉണ്ടായേക്കാം, അതിൽ നിന്ന് എന്നെ രക്ഷിക്കായിരിക്കാം. കാരണം നമ്മളെ പടച്ചോന് നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, എന്തെന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നുണ്ടെന്ന് നമ്മൾ ആരും അറിയുന്ന പോലുമില്ല. ചിലപ്പോ നമ്മൾ നടന്നു പോവാ ബൈക്കുമ്പോ പോവാണെങ്കിൽ നമ്മൾ ആ ബൈക്കിൽ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ആരെക്കൊണ്ടെങ്കിലും മനസ്സിന് തോന്നിപ്പിച്ചിട്ട് ആ റോഡുമ്മലുള്ള കല്ലെടുത്ത് മാറ്റിച്ചിട്ട് വരെ ഉണ്ടാവും, നമ്മൾ അറിയുന്ന പോലുമില്ല. അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ. ചിലപ്പോ ചില ഭക്ഷണത്തിലുള്ള വിഷബാധമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാൻ സമയത്ത് എത്താണ്ടാവും. ചിലപ്പോ പല രീതിയിലും പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ അറിയാതെ പല കാര്യങ്ങളും നമ്മൾ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ അതാണ് പറഞ്ഞത്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബെസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഈമാങ്കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാകുന്നു എന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ഏത് സന്ദർഭത്തെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നമ്മൾ തളരൂല. എന്തെങ്കിലും ഒന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പറ്റിയതിൽ തന്നെ എനിക്ക് എന്തോ ഒന്ന് പഠിക്കാനുണ്ടല്ലോ, അല്ലെങ്കിൽ അതിലും നല്ലത് പഠിച്ചോനെ എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടല്ലോ, അത് പല സമയത്തും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ആ തോട്ട് കിട്ടാറില്ല. പ്രശ്നങ്ങൾ വരും, നമ്മൾ നോർമലി എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഹാപ്പി അടിപൊളി നിസ്കാരവും കാര്യവും ഒക്കെ സെറ്റ് അടിപൊളിയാണ്. എന്തെങ്കിലും ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെ നമ്മളെ ഫാമിലിയിൽ നമ്മളെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എന്റെ ബർക്കത്തൊക്കെ പോയി, ഇനിയിപ്പോ നിസ്കരിക്കൊന്നും വേണ്ട, അല്ലെ ഇനി ആ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ആ രീതിയിലേക്ക് മൈൻഡ് പോയാൽ അവിടെയാണ് നമ്മളുടെ അതിനൊരു പേരുണ്ട്, എന്താണ് എന്നൊരു പേര്, ആ പേര് ഓർമ്മ വരുമ്പോൾ പറഞ്ഞോ. ഏതായാലും ആ പേരല്ല, സംഭവമൊക്കെ മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നത്. അപ്പോ ഈ രണ്ടാൾക്കാരല്ല അപ്പൊ ഷെയർ ചെയ്ത്. അടുത്ത ആരാ? റസീന മാം. താങ്ക് യു സലാ ബ്രോ. ഇത് ഭയങ്കര ഒരു മറ്റുള്ളവർക്ക് മോട്ടിവേറ്റിംഗ് സ്റ്റോറിയാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഷാനാസ് മാം ആണെങ്കിലും. അടുത്ത റസീന മാം. റസീന മാം നേരത്തെ വന്നിരിക്കുന്നത്, ഞാൻ മാമിന്റെ പേര് വിളിച്ച കേട്ടില്ല. മാം പോയോ? മാം പണിക്ക് പോയോ? വീഡിയോ മോഡിന്ന് പോയല്ലോ. റസീന മാം കം ബാക്ക്. വരാത്ത ഹലോ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ളൂ. വേറെ അനസ് ബ്രോ. അസ്സലാമു അർബാബ് ഹാൽ. എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അതിന് എനിക്ക് തോന്നുന്നു അന്ന് പോയിട്ട് ഇന്നാ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒക്ടോബർ 5 പോയതാ, ഇന്ന് ഇന്നത്തെ ക്ലാസ്സിനെ കയറുന്ന എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എക്സ്പീരിയൻസോ കാര്യങ്ങളോ എന്തെങ്കിലും? മൈക്കോ ഓണാക്കി അൺമ്യൂട്ടാക്കി. പറഞ്ഞോളേ. അതായത് എന്താ പറയാ, നമുക്കൊരു ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു എന്താ പറയാ, എല്ലാത്തിനും നന്ദി കാണിക്കാം. നമുക്ക് എന്ത് കിട്ടിയില്ല എന്നുള്ളതല്ല, നമുക്ക് എന്തുണ്ട് എന്നതാണ് കാര്യം, ആരുണ്ട് എന്നതാണ് നമ്മളെ കാര്യം. അപ്പോ പിന്നെ മാത്രമല്ല ടാസ്കുകളൊക്കെ ചെയ്യലുണ്ടായിരുന്നു. പിന്നെ ഡെയിലി റുട്ടീനൊക്കെ ആ രീതിയിൽ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ. അത് അങ്ങനല്ല, മുന്നേ അത്ര ഡിസോർഡർ അല്ല, എന്നാലും ജോലി പോകുന്നു വരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരാളെങ്കിലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുക എന്നുള്ളത്, ഈ ഒരു ചിന്താഗതിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജീവിതത്തിൽ വരുന്നുണ്ട്. അത് ചിലപ്പം സാമ്പത്തികമായിട്ട് ആയിക്കൊള്ളുന്നില്ല, എന്നിരുന്നാലും ഏതെങ്കിലും നിലക്ക്. കാരണം അതിലൂടെ കാരണം നമ്മളിപ്പോ ഒരാളെ
ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത രാത്രി സമയങ്ങളൊക്കെ ഏതെങ്കിലും ഭാഗത്ത് പെട്ടുപോകുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ അനുഭവത്തിലുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പോലും അറിയണ്ടായിരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് വണ്ടി നിർത്തുന്നത് ചിലപ്പോൾ കാറായിരിക്കും, ഒരു പരിചയം ഉണ്ടാവില്ല. നമ്മൾ ഇപ്പം കോഴിക്കോട് സിറ്റിയിലെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് സ്റ്റാൻഡിലേക്ക് ഒരു ഹെൽപ്പ് വരിക നമ്മൾ പോലും അറിയില്ല. അപ്പോൾ നമ്മളൊരാളെ സഹായിക്കുമ്പോൾ നമുക്ക് വേറൊരു രൂപത്തിൽ എന്ത് ചെയ്യും, സഹായം കിട്ടുന്നുള്ള ജീവിതം നമുക്ക് തെളിവായി മാറുകയാണ്. പല തവണയും അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരാളെ നമുക്ക് ഏത് നിലക്ക് സഹായിക്കാൻ പറ്റുമോ, അത് സാമ്പത്തികം ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ഒരു കണ്ണ് കാണാത്ത ആൾക്ക് റോഡ് മുറിച്ച് കിടക്കാൻ സഹായിച്ചു കൊടുത്താൽ മതിയാവും. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അൺകണ്ടീഷണൽ ലവ്. ഏതായാലും ഇൻഷാല്ലാ. സെറ്റ്. താങ്ക് യു ഫോർ ഷെയറിങ്. അടിപൊളി. അടുത്തത് അത്തരം ആരാണ്? എങ്ങനെ ഷമീമ മാം? ഷമീമ ഹലോ. മാം, ആ മാം എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്ടോ? ടൂൾസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നോ? അതൊക്കെ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ? ടൂൾസ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു സ്റ്റെക്ക് വന്ന അക്കാഡമിക്കിൽ സ്റ്റെക്ക് വന്ന കാരണം ഞാൻ നിർത്തി. ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവണ്ടേ ആ ഒരു നിർത്തിയതും പിന്നെ തുടങ്ങിയപ്പോഴുള്ള മാറ്റം. എനിക്ക് ഇന്ത്യയിൽ തന്നെ ഓക്കെ എനിക്ക് മനസ്സിലായി. മാം, ആദ്യം സ്റ്റാർട്ടിങ്ങില് തുടക്കത്തിൽ നല്ലപോലൊക്കെ അല്ല, ചെയ്തു, അതിന്റെ ബെനിഫിറ്റ് ചെയ്ത സമയത്ത് എന്തായിരുന്നു മാമിന് ഫീൽ ചെയ്തിരുന്നത്? എന്തായിരുന്നു മാറ്റങ്ങൾ എന്തെങ്കിലും തോന്നിയിരുന്നോ? ഓ മാഷാ അല്ലാ കുറെ മാറ്റങ്ങൾ തോന്നിയിരുന്നു. ഒന്നാമത് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പേ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും മേ ബി. അത് നമ്മളിങ്ങനെ ഉള്ളിൽ കൊണ്ടുനടന്ന് ഇങ്ങനെ നടക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ 4K ന്യൂസ് ചാനലിൽ കുറച്ച് എഴുതിയിട്ടുള്ളൂ, കുറേ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ അത് എഴുതുന്നതോട് കൂടി തന്നെ നമുക്ക് ഓരോരുത്തർ ഇനിയിപ്പോൾ സോറി പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത്. അതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞവരടുത്തും ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ മൈൻഡ് ഫ്രീ ആയി. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കുറച്ചും കൂടെ കൂടിയ പോലെ. അതായത് ഏത് സമയത്തും ആരെ കണ്ടാലും ഹെൽപ്പ് ചെയ്യാനും. പൊതുവെ ഞാൻ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒതുങ്ങി കൂടിയ ആളാണ്. പക്ഷെ എന്നാലും ആരെന്ത് ഹെൽപ്പ് ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ എൻ്റെ വന്നൊരു മാറ്റം ശ്രദ്ധിച്ചതിലൊന്നാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നമ്മൾ മെയിനായിട്ട് എനിക്കിതിൽ മാറ്റം വന്നതോടുകൂടി എല്ലാവർക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. നമ്മളെ ഫ്രണ്ട്സ് ആയാലും അതേപോലെ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരൊന്നും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് എല്ലാവരോടും ഇത് ചാനൽ എഴുതണം, ഇത് അടിപൊളിയാണ് അങ്ങനെ പറഞ്ഞിട്ട് ആരൊക്കെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് കുറച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അത് നല്ലൊരു കാര്യമായി എനിക്ക് തോന്നി. പിന്നെന്താ, ഓക്കെ അല്ലെ, ഏതായാലും ഒരു ഐഡിയ കിട്ടി മാമിന്. ഏതായാലും അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു സമയത്ത് അല്ലേ. ഒരുപാട് സന്തോഷം. താങ്ക് യു മാം. താങ്ക്സ്. അടുത്തത് ആരാണ്? ഫസ്ലുക്ക, സംസാരിക്കാൻ പറ്റുമോ? ഡ്രൈവിംഗിലാണെന്ന് അറിയാം. ഡ്രൈവിംഗിലാണ്. പറഞ്ഞോളി കേക്കുന്നുണ്ട്. അല്ല, എന്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞാല് ഈ ഒരു ഗ്രൂപ്പിൽ വന്നപ്പം തന്നെ നമ്മള് പറയല്ലോ, എന്റെ ഉള്ളിൽ എന്നെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നത്. കാരണം എന്റെ വലിയൊരു പാഷനായിരുന്നു ടീച്ചിങ്. അപ്പൊ ഞാൻ അതിൽ നിന്ന് മാറി നിന്ന് മറ്റൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് നിങ്ങളെ പോസ്റ്റർ കാണുന്നതും ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതും. അപ്പൊ അന്ന് തൊട്ട് ഏകദേശം ഇപ്പോ 1.5 മാസത്തോളമായി എൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞാല് പുതിയൊരു ലോകത്തു കൂടിയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് സെഷൻ ഒരുപാട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ സാധിച്ചു. ഇതൊക്കെ ലൈഫിൽ വന്ന വലിയൊരു മാറ്റമാണ്. അത് ഈ ടീമിൽ നിന്ന് കിട്ടിയൊരു പ്രചോദനമാണ്. കാരണം ഇന്നലെ ഞാൻ ക്ലാസ്സിൽ വരുന്ന സമയത്ത് മുന്നേ ഞാൻ പോയ ആ ട്രെയിനർ രാവിലെ എന്നെ വിളിക്കുന്നുണ്ട് 7 മണിക്ക്, ഇന്നലത്തെ സെഷൻ കൈകാര്യം ചെയ്യാന്ന് ചോദിച്ചിട്ട് ചെല്ലാൻ വേണ്ടിട്ട്. മറ്റേ ആ ക്ലാസ് എടുത്ത സ്ഥലത്തുനിന്ന് അല്ലേ?
അതിന്റെ കഴിഞ്ഞ ആ പ്രാവശ്യം ക്ലാസ് എടുത്ത സാറ് എന്നെ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ പ്രോഗ്രാമിന് പോയിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു. അപ്പോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാവിലെ 7 മണിക്ക് ഇന്നലെ രാവിലെ 7 മണിക്ക് എന്നെ വിളിക്കുന്നുണ്ട്. ആദ്യം എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ ഡ്രൈവിംഗിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ ഒരു 8:15 എനിക്ക് കോള് വരുന്നത്. ഇന്ന് വരുമോ, സെക്ഷൻ എടുക്കാൻ വരുമോ എന്ന് ചോദിച്ചു കോള് വരുന്നത്. കാരണം നമുക്ക് ഒരു വലിയൊരു മാറ്റമാണ് അതൊക്കെ കിട്ടിയത്. കാരണം നമ്മളിലെ നമ്മളെ കണ്ടെത്തുക എന്നുള്ളത് അതൊരു വലിയൊരു ടാസ്ക്കാണ്. അപ്പൊ അത് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ടീമിന്റെ ഒപ്പം കൂടിയപ്പം കിട്ടിയ ഒരു വലിയ അനുഗ്രഹം. പിന്നെ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലം നല്ലതാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി എന്താവും, നമുക്കും അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുമല്ലോ. കാരണം ഇവിടെ പോസിറ്റീവേ ഉള്ളൂ. അപ്പൊ ആ പോസിറ്റീവ് എനർജി നമുക്കും നമ്മളെ ലൈഫ് കിട്ടുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ മുമ്പിൽ കാണുന്ന സംഗതികളൊക്കെ നമുക്ക് പോസിറ്റീവായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളെല്ല പ്രഷറൊക്കെ കുറെ കുറഞ്ഞ് നമ്മള് കുറച്ച് ഫ്രീ ആയ മനുഷ്യനായിട്ട് ഇങ്ങനെ മാറുന്നതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഇപ്പം കൂളായിട്ട് നേരിടാൻ പറ്റുന്നുണ്ട്. എന്ത് വന്നാലും ചിരിച്ചിട്ട് അതിനാ മൈൻഡിൽ വിട്ടേക്കുക. ഒരു പ്രഷറും തലയിലേക്ക് കൊടുക്കില്ല. അതിനെ കൂളായിട്ട് നേരിടുക. അതിനിപ്പോ ഞാനൊരു ചെറിയ അനുഭവം പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച അതേമാതിരി ഞാൻ വൈഫിനായിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോവാണ്. ആ സമയത്തുണ്ട് ഷോപ്പിൽ നിന്ന് വിളിക്കുന്നത്. പിന്നെ കോർപ്പറേഷൻ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു 25,000 ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കടയിൽ നിന്നുള്ള ഒരു വേസ്റ്റ് പിന്നെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. പഴയ രീതിയിലാണെങ്കിൽ യൂണിക് ഫെസ്റ്റിന് വരുന്ന മുമ്പേ ആണെങ്കിൽ ഞാൻ എന്റെ മൊത്തം കൺട്രോളും പോയി. കാരണം ഞാൻ ടെൻഷൻ ആവും. കാരണം 25 ഉറുപ്പ്യ പോയി. കാരണം രാവിലെ തന്നെ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ്. ഇത് എങ്ങനെ വന്നു എന്നുള്ളത് അതിങ്ങനെ എന്റെ മനസ്സിൽ കടന്ന് കളിക്കും. പക്ഷെ അന്ന് എനിക്ക് കോള് വന്നപ്പോ തന്നെ ഞാൻ ഫ്രീ ആക്കി വിട്ട്. കാരണം ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ഞാൻ എന്തിനാ മൈൻഡിൽ വെറുതെ കേട്ടതെന്ന് വിചാരിച്ച് ഞാൻ കടയിൽ ചോദിച്ചു സ്റ്റാഫിനോട് എന്താ വിഷയം എന്ന് വെച്ചു. എന്നോട് പറഞ്ഞു, നിങ്ങളെ നമ്മളൊരു എന്തോ ഒരു വേസ്റ്റ് കിട്ടിക്കുകയാണ്. ഞാൻ സ്പോട്ടിൽ ബൈക്ക് എടുത്ത് കോർപ്പറേഷൻ ഓഫീസിൽ പോയി. ഒരു മാഡാണ്. ഞാൻ ചോദിച്ചു, മാഡം എന്താ വിഷയം എന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളെ ബില്ല് ഉള്ളൊരു വേസ്റ്റ് കവർ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഞാൻ മാഡത്തിനോട് പറഞ്ഞത്, ലുലുമാളിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാല് ബില്ല് ഉണ്ടാവും. അത് തിന്ന വേസ്റ്റ് റോഡ് മേൽ ഇട്ടാല് ലുലുമാളിന്റെ യൂസഫ് അലിയാണോ ഉത്തരവാദി? അത്രേ ഉള്ളൂ മാഡം. എന്റെ കടയിൽ നിന്ന് ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ ബില്ല് വെച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. അതിന്റെ അകത്ത് പേരുണ്ട്, അനീഷ് എന്ന് പറഞ്ഞ പേരുണ്ട്. അനീഷിനെ വിളിക്കുക. അല്ലാണ്ട് ഫസലല്ല പ്രതി. അനീഷ് കൊണ്ടിട്ട വേസ്റ്റിന് ഫസല് ഫൈൻ അടയ്ക്കണ്ട. എന്ത് ചെയ്യണം മാഡം എന്ന് വെച്ച്. ആ വർത്താനത്തിന് മാഡം വീണ്. മാഡം പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് ഫൈനൊന്നുമില്ല. കാരണം ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയ എന്താണ്, ആ സംസാരിക്കാനുള്ള സാധനമൊക്കെ കിട്ടിയേ നമ്മളെ ഈ ഒരു ഇതിൽ വന്നത് കൊണ്ടാണ്. മറ്റേത് നമ്മൾ ടെൻഷൻ അടിച്ച് ചിലപ്പോൾ 25,000 ഫൈൻ അടയ്ക്കുക. കാരണം നമുക്ക് പോയിട്ട് നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയൊരു സംഗതിയാണ് ഞാനാണ് മനസ്സിലാക്കിയത്. കാരണം ആ ഒരു ഉദ്യോഗസ്ഥയെ ശരിക്കും മറച്ചിടാൻ എനിക്ക് സാധിച്ചു അവിടെ പോയിട്ട്. അതൊക്കെ കിട്ടിയ ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ ടീമിന്റെ കൂടെ വന്നതാണ്. നമുക്ക് ഒരുപാട് പല സാധനങ്ങളും നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്, പുതിയ പുതിയ സാധനങ്ങൾ. അത് നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊരു വലിയ മാറ്റം തന്നെയാണ് എന്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ സാർ, നിങ്ങളത്ര ഓക്കെ വരട്ടെ, ഓക്കെ അഭിപ്രായങ്ങൾ വരട്ടെ. ഇൻഷാ അല്ലാ. ഓക്കെ. താങ്ക് യു സോ മച്ച്. കാരണം ഇങ്ങനത്തെ ഓരോരോ ലൈഫ് എക്സ്പീരിയൻസുകൾ കേൾക്കുമ്പോഴേ നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ അതിൽ എടുക്കാനുണ്ടാവും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇപ്പോ അത് പറഞ്ഞ സമയത്താണ് എന്റെ ലൈഫിലും അതേപോലെ കഴിഞ്ഞ ദിവസമല്ല, പിന്നെ ഇടക്കിടക്ക് ഉണ്ടാകുന്ന കാര്യമാണ്. എന്നാലും കഴിഞ്ഞ ദിവസം ഒരു പ്രാവശ്യം കൂടെ ഞാനും വൈഫും പുറത്തു പോയപ്പോ കുറച്ച് ദിവസം മുന്നോട്ടോ കൈമലുള്ള ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ബ്രേസ്ലെറ്റോ, ബ്രേസ്ലെറ്റ്. ബ്രേസ്ലെറ്റ് അവിടെ വീണുപോയി. അപ്പൊ ആദ്യത്തെ കുറച്ച് മുന്നുള്ള ഞാനാണെങ്കിൽ കണ്ണും ശ്രദ്ധിക്കുകയില്ല, അത് ഇത് എന്നൊക്കെ അതിന് പറയാം. ഇപ്പൊ അല്ല കേട്ടോ, ഒരു 4-5 കൊല്ലം മുന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഞാനിങ്ങനെ ഒന്നും പറയുന്നത് കാണായിട്ട്, ദാറ്റ് മീൻസ് ബ്രേസ്ലെറ്റ് പോയില്ലേ, നല്ലോണം ആലോചിച്ച് നോക്കുക ഏടായി വെച്ച്. ഞാൻ ഒന്നും മാറുന്നൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെയല്ല സാധാരണ ആൾക്കാർ പെരുമാറില്ല. ഇങ്ങനെ ആലോചിക്കാം. അത് മീൻസ് നമുക്ക് ആ സമയത്ത് നമ്മൾ വെറുതെ ഒച്ച ഉണ്ടാക്കിയിട്ടോ ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ ബ്രേസ്ലെറ്റ് കിട്ടാനൊന്നും പോകുന്നില്ല. സമാധാനത്തിൽ ഇരുന്ന് ആലോചിച്ചാല് നമുക്ക് തന്നെ ആ സാധനം കിട്ടിയിട്ടോ, തിരിച്ചു കിട്ടുകയും ചെയ്തു. അപ്പൊ അതേപോലെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്റർവ്യൂ ഒക്കെ പോകുമായിക്കോട്ടെ, ഒരു സെയിൽസിന്റെ ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും കമ്പനിയിൽ പോകുമായിക്കോട്ടെ, അത് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് അത് പറ്റും, അല്ലെങ്കിൽ അത് നമ്മളെ ഇത് നഷ്ടപ്പെടില്ല എന്നുള്ള 100% വിശ്വാസത്തോടു കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ ആ എനർജിക്ക് അനുസരിച്ച് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ. അടുത്തത് ഷാക്കിർ സാർ, നമ്മുടെ ഹസീനയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടോ? താങ്ക് യു.
മുസ്ലിയാരെ പറഞ്ഞു. അസ്സലാമലൈക്കും. വലൈക്കും സാർ പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞെടുത്തുനിന്ന് തന്നെ ഞാൻ തുടങ്ങാം. നിങ്ങൾ ആ പറഞ്ഞപ്പോഴാണ് എനിക്കും പല പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാനും ഇതുപോലെ വൈഫിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ സാധനം കിട്ടൂല. അപ്പോഴെനിക്ക് ദേഷ്യം വരാറുണ്ട്. പക്ഷെ ഈ ക്ലാസ്സിന് വന്നതിന് ശേഷം അതെനിക്ക് മാറി. സമാധാനമായിട്ട് ഞാൻ തന്നെ അന്വേഷിച്ച് പിടിച്ചെടുക്കാറുണ്ട്. അതല്ല, അതൊരു അതിക്ക് വല്ലാത്ത ഇന്നലെ നിങ്ങള് വൈഫിനെയും കൂട്ടി അവിടെ വന്നപ്പോ മനസ്സിലായി കിട്ടത്. നിങ്ങള് വൈഫിന് ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ വരെ വന്ന് ഇവിടെ റൂമൊക്കെ എടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ഇവിടെ റൂം എടുത്ത് താമസിച്ച് ഇനി അടുത്ത മാസം പിന്നെയും വരണം എന്നൊക്കെ അസീന മാം ഇങ്ങനെ ടെൻഷൻ അടിക്കുക. പക്ഷെ നിങ്ങള് കൂളായിട്ട് കുഴപ്പമില്ലേ നമുക്ക് വരാലോ രസല്ലേ എന്നൊക്കെ പറഞ്ഞ് അല്ല ആലോചിക്കുക. നിങ്ങളൊരു മൈൻഡ് ആവശ്യമാണ്. അല്ല ഇതിനകത്തേ ഞാന് നമ്മുടെ ഇതിനകത്ത് വന്നത് തന്നെ എന്റെ വൈഫിന്റെ താല്പര്യവും അവരുടെ ആഗ്രഹവും ഒക്കെ കൊണ്ടാണ് ഇതിനകത്ത് തന്നെ നമ്മള് വന്നത്. പക്ഷേ ഞാൻ ബിസിനസ് ആണ് എനിക്ക് എന്റെ മേഖല. പക്ഷേ ഞാൻ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് അവിടെ വന്നപ്പോ കിട്ടിയതൊക്കെ എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇത്രത്തോളവും ഒരു നല്ലൊരു ടീമിന്റെ കൂടെ ആണല്ലോ നമ്മള് ഈ നാലാമത്തേതിന് വരാന്ന് വിചാരിച്ചിരുന്നത് നടന്നില്ല. അഞ്ചാമത്തേന് വന്നത് പടച്ചോൻ നമ്മളെ ഇതിനാണ് ഈ അഞ്ചാമത് കൊണ്ടാക്കിയെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. പക്ഷെ ഇപ്പൊ തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി. എന്റെ സ്റ്റാഫിനോടൊക്കെ അത് ഈ താമസിച്ചൊക്കെ വരുന്ന പയ്യന്മാരുണ്ടായിരുന്നു. അപ്പൊക്കെ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ പറഞ്ഞ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ, അത് വേണ്ട. ഇപ്പൊ ഞാനൊന്നും പറയാറില്ല. ആ മോനെ എന്താ താമസം, ബസ് ഇത് താമസമായോ, ട്രാഫിക് ആയോ? ആ ഇല്ല സാറേ പെട്ടെന്ന്. ഇപ്പൊ ഒക്കെ നേരത്തെ വരുന്നുണ്ട്, പിള്ളേർക്ക് ഭയങ്കര എനർജി ഉണ്ട്, എന്ത് സാറിന് വലിയ മാറ്റമാണല്ലോ എന്നൊക്കെ അവിടെ നിന്ന് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് ഓരോ കാര്യങ്ങൾ അറിയായിരിക്കും. പക്ഷെ എന്നാലും ഒരാൾ പ്രസന്റ് ചെയ്ത് നമ്മൾ അതിനകത്തോട്ട് ആക്കുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. പിന്നെ ഞാൻ പലതും ചിന്തിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. നമ്മളെ ഈ നാട്ടിലോട്ട് ഇവിടെ പടച്ചോൻ വിട്ട എന്താണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും. മൂന്നര മുഴം തുണിയല്ലാതെ നമ്മൾ ഒന്നും കൊണ്ടുപോകത്തില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എല്ലാ വല്ല ആൾക്കാർക്ക് സഹായിക്കുക, അവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒന്നുമേ ഇല്ല എന്നുള്ള ഒരു തോന്നല് ഒരുപാട് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഇഷ്ടംപോലെ ഇങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്നാണ് എനിക്ക് മാറ്റം വന്നത്. എന്തായാലും ഈ ഒരു ടീമിനോട് നിങ്ങൾക്ക് ഇപ്പൊ മിൻസിനാ എന്താ പേര്, മിസിന നിങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഒരു എന്തോ ഞാൻ പറയാ, നിങ്ങളുടെ നിങ്ങൾക്കൊരു ഒരു ഒരു അസറ്റാണത്. നിങ്ങൾക്ക് ഒരിക്കലും കളയാൻ പറ്റാത്ത നിങ്ങളുടെ മുക്കാഭാഗം കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി. ഇന്നലെയാണ് ഞാൻ ശരിക്കും പുള്ളിക്കാരത്തെ കണ്ടത്. അപ്പൊ തന്നെ ആലോചിച്ചു, ഇതിൽ നിന്നാണല്ലോ ഇതൊക്കെ, ഈ എനർജി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. പടച്ചവനവർക്ക് ആയുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നിങ്ങളുടെ കൂടെ നല്ലൊരു ടീമിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് നമുക്കും വരാൻ പറ്റിയതിനകത്ത് സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ നന്ദിയെ കുറിച്ച് നമുക്ക് ഈ ലോകത്ത് പഠിച്ചോ നമ്മളെ വിട്ടതിന് നന്ദി എങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കണം, അതിനെയൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എന്തായാലും സന്തോഷം. ഇനിയും നിങ്ങളുടെ ഈ പരിപാടികളിൽ നമുക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അസ്സലാമു അലൈക്കും. ഒരുപാട് നന്ദി സാർ. അത് ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ശരിക്ക് നമുക്ക് ഓരോരുത്തർക്കും എടുക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത്. എന്തറിയോ, സാറ് പറഞ്ഞല്ലോ ഞാൻ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. പക്ഷേ അവിടെ വന്നപ്പോ ഈ ബിസിനസ് എന്നുള്ള രീതിയിലല്ല കിട്ടിയത്, പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ് കിട്ടിയത്. പക്ഷേ പേഴ്സണലി ഞാൻ ഡെവലപ്പ് ആയപ്പോ എന്റെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ചിന്താഗതിയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങളിലും മാറ്റം വരുമ്പോൾ നമ്മളുടെ ചുറ്റുപാടും മാറും. അത് ബിസിനസ് ആയിക്കോട്ടെ, കുടുംബം ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിലും ബെറ്റർമെന്റ് വരും. ദാറ്റ് മീൻസ് നമ്മള് എന്തറിയോ, സ്നേഹത്തോടുകൂടി ഒറിജിനൽ ഈ അഭിനയ സ്നേഹമല്ല, ഒറിജിനൽ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഭംഗിയായിരിക്കും. അത് ഹൃദയത്തിനെ കണ്ട് കയറുകയും ചെയ്യും. അതിപ്പോ നിങ്ങളൊരു ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഒരു അസ്സലാമലൈക്കും എന്നുള്ള സംഭവം, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹ്, അത് രണ്ടും വ്യത്യാസമുണ്ട്. ആ കയ്യൊന്ന് പിടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ആയിട്ട് ഒരു സലാമൊക്കെ പറയുക, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗോ എങ്ങനെയാണോ നിങ്ങൾ അത് എനർജി പാസ് ഓൺ ചെയ്യാന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളോട് ആദ്യം സെൽഫ് ലവ് നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റുള്ള മനുഷ്യന്മാരുടെ ന്യൂനതകൾ നമ്മൾ കാണും, പക്ഷെ വളരെ മിനിമലേ കാണുള്ളൂ. പക്ഷെ അവരുടെ
ഇപ്പൊ മിസ്ലിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ നാളെ മരിച്ചാലും മിസ്ലിം ആണെങ്കിൽ മൊത്തം പരിപാടി നടത്തും. ആ രീതിയിലേക്ക് മിസ്ലിം മാറിക്കുന്നു മാഷാ അല്ലാ. അപ്പൊ ആ ഒരു ധൈര്യമൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ. അത് സത്യം പറഞ്ഞാല് ഞാൻ അത്രയും വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മളെ കൂടെ വന്നിട്ടുള്ള ആളാണ്. സ്റ്റാർട്ടിങ് തൊട്ട് വേറെ ആൾക്കാരുണ്ടായിരുന്നു, അവര് പിന്നെ വേറെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും ട്രാക്കിലുണ്ട്, വേറെ റൂട്ടിലാണെന്ന് മാത്രം. ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. ബിസിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ നടന്നിട്ടുള്ളത്. ബിസിനന്റെ കുറേ പഠിക്കാണ്ട് 300 ചില്ലാൻ ബുക്കൊക്കെ വായിച്ച ആളാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും ബിസിനായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ബിസിനസ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കേട്ടത് എനിക്ക് എന്തായാലും പഠിക്കാനുണ്ടാവും. ഞാൻ അത്ര ബുക്കൊന്നും വായിച്ചില്ല അതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മൾക്ക് ബിസിനസ്സിൽ ഇമ്പ്രൂവ്മെന്റ് എടുത്തണമെങ്കിലും ഈ ഫാമിലിയിൽ ഇമ്പ്രൂവ്മെന്റ് എടുത്തണമെങ്കിലും ഒക്കെ നമ്മളിൽ ഫോക്കസ് ചെയ്താൽ മതി. നമ്മളുടെ ചിന്താഗതിയിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങളാണ്, ചിന്തകളാണ് എന്തായിട്ട് മാറും. നല്ല ചിന്തകൾ വരുമ്പോൾ നല്ല ശീലങ്ങൾ വരും. നല്ല ശീലങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓരോ ദിവസങ്ങൾ നന്നാവും. അങ്ങനെ ഒരാഴ്ച നന്നായാൽ, അതേപോലെ ഒരു മാസം നന്നായാൽ, ഒരു കൊല്ലം നന്നായാൽ, 2 കൊല്ലം 3 കൊല്ലം നിങ്ങൾ നല്ല രീതിയിൽ ശീലങ്ങൾ എല്ലാ ദിവസവും ശീലങ്ങൾ സെറ്റപ്പ് ആക്കിയാണ്ടല്ലോ ശ്രദ്ധിച്ചാല് നിങ്ങൾ തന്നെ ആളിനെ മാറിപ്പോയിണ്ടാവും. 3 കൊല്ലം ആകുമ്പോഴത്തേന് നമ്മൾ വേറെ ലെവലിൽ എത്തിപ്പോയിണ്ടാവും. നമ്മൾ ഈ മറ്റേ ചെങ്ങൈയാണോ ആ രീതിയിലേക്ക് മാറിപ്പോ. കൺസിസ്റ്റൻസി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മിസ്സാവുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. അപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും സാറേ പറഞ്ഞോളി. ആ അതുപോലെ തന്നെ ഞാൻ ഈ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സംസാരമൊക്കെ കുറവായിരുന്നു, ചിരിക്കുന്നതൊക്കെ വളരെ കുറവ്. പക്ഷെ ഇതിന് വന്നതിന് ശേഷം വീട്ടിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാനും ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കാനും, വൈഫിന് പരാതിയുണ്ട് സംസാരിക്കണില്ല കിട്ടണില്ല എന്നൊക്കെ. പക്ഷെ ഇപ്പോ നിങ്ങളുടെ പരിപാടിക്ക് വന്നതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ഒരു സ്വർഗം പോലെയാണ്. എനിക്ക് പുറത്തോട്ട് പോകാനോ ഇതിനൊന്നും താല്പര്യം ഇല്ലാതായി. പുറത്തോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമായിട്ട് ഫാമിലിയോട് പോകാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ഇപ്പൊ ഇൻട്രസ്റ്റ് വരുമ്പോൾ വീട്ടുകാർക്ക് ഒരു സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ സന്തോഷമായിരുന്ന നമ്മുടെ കുടുംബവും നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇതിൽ നിന്ന് വന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ആ മിൻഹാടെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇട്ടപ്പോ ഉമ്മയെ ഹാക്ക് ചെയ്യുക, വൈഫിനെ ഒന്ന് ഹാക്ക് ചെയ്യുക, എന്താ തോന്നുന്നു, അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ വന്ന സമയത്തൊക്കെ ഒരുപാട് ആക്റ്റീവായിട്ട് വന്നു. പക്ഷെ ഇപ്പൊ മാറിയിട്ടുണ്ടെന്നുള്ളതല്ല, എന്നാലും ആ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായൊരു ഈ ഒരു ഇതിൽ വന്നതിലപ്പാണ് എനിക്ക് കിട്ടിയത്. അത് എല്ലാ പരിപാടിയിലും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഇതിൽ കിട്ടിയതെല്ലാം നല്ലത് തന്നെയാണ്. എനിക്ക് ഒന്നും മൈനസായിട്ട് ഒരു ഒരു ഇതുപോലും ഒരു അണുതുളി പോലും തൂക്കം പോലും നമുക്ക് അതിനകത്തുനിന്ന് മോശമായിട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയതെല്ലാം നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനിയും നിങ്ങളുടെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അള്ളാ ഇനിയും വരും. അത്രത്തോളം എനിക്ക് ഇതിനകത്തോട്ട് ഈ ഒരു ഫാമിലിയോട് എനിക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ് ആയി. ഇന്നലെ ഞാൻ അവിടെ വന്നിട്ടും കുറെ ആൾക്കാരെ കണ്ടു, 2-3 പേര് സംസാരിച്ചു. അവരൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുന്നേ വരേണ്ടതാണെന്ന് തോന്നി. പക്ഷെ നമുക്ക് പടച്ചോൻ ഓരോന്നും ഓരോ സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ നമുക്ക് കിട്ടൂ. ഏത് രീതിയിലായാലും തടസ്സങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ലത പറയുമല്ലോ, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, പടച്ചോൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മൾ ആ എത്തേണ്ട സ്ഥലത്ത് വന്ന് എത്തി എന്നുള്ളതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ ഇതുപോലെ വേറെ ഏതെങ്കിലും പോയിരുന്ന ഇത്രയും കിട്ടത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആ ടൈമിങ്, ആ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ വൈഫാണ് ഇത് നോക്കി കണ്ടുപിടിച്ചത് നിങ്ങളുടെ ഇതൊക്കെ. പക്ഷെ ആ ടൈമിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയത് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. പടച്ചവന്റെ അനുഗ്രഹം, അത് തന്നെ ഞാൻ പറയുന്നത്. ഓക്കെ, അസ്സലാമു പറഞ്ഞാല് ഭയങ്കര സന്തോഷം. എന്താണ്. ഒരു അല്ലല്ല കാര്യം കൂടി ഞാൻ കേട്ടോ, ഞാൻ ആഡ് ചെയ്യട്ടെ അഫ്സൽ സാറെ. ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ ഇന്നലെ അവിടുന്ന് നമ്മളെ എനിക്ക് തോന്നുന്നു ദിൽഷാദ് സാറും പറഞ്ഞിരുന്നു, അവർ എങ്ങനെ വൈഫായാലും ഇത്ര ഏജിലാണ് പലരും ചീത്ത അറിയില്ല, എനിക്ക് ഇപ്പോഴാണോ ആഗ്രഹം പഠിക്കാനൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണോ അത് വീട്ടിലിരിക്കേണ്ട പ്രായമാണ്. പക്ഷെ അവിടെ ഹസ്ബൻഡ് ഇതൊന്നും കൂടെ അസീന മാം ഇനി അടുത്ത സെഷനിൽ വരണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഷാക്കിർ സാർ പറഞ്ഞേ വരാലോ, അതിനെന്താ പ്രശ്നം. അങ്ങനെ ആ ഒരു സപ്പോർട്ടിങ് ബോണ്ട് ഉണ്ടല്ലോ, അത് കുറെ ആൾക്കാർക്കുള്ള ഒരു എനർജി പാസ് ചെയ്യുന്നതാണ്. ചിലർക്ക് അറിയത്തില്ല, ഇവര് ഫാമിലി ആയി വന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളാണ്, ഹസ്ബൻഡും വൈഫും മോനും കൂടെ വന്നിട്ട്. അപ്പൊ 3 പേർക്കും ഓരോ തരത്തിലുള്ള മാറ്റങ്ങളായിരുന്നു. ഷാക്കിർ സാർ പറയുന്നു മോനിപ്പോ കരിയർ റീസ്റ്റാർട്ട് ചെയ്തു, സൈക്കോളജി ആള് പഠിച്ചിരുന്നു, പിന്നെ പ്രോഗ്രാമിന് വന്ന ശേഷം ഇപ്പൊ ഒന്നും കൂടെ പഠിക്കാം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് എന്നില്ല. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും നമ്മളെ ഫാമിലി ആയി ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണക്റ്റഡ് ആയിട്ട് ഒന്നും കൂടെ ഈസി ആയി തുടങ്ങും കാര്യങ്ങള്. നിങ്ങൾ പ്രൊമോഷൻ ആയിട്ട് പറയുന്നില്ല, ആളെ കണ്ടപ്പോൾ നമ്മളൊന്നും തന്നെ പറഞ്ഞിരുന്നേ ഇത്ര ക്ഷമപൂർവ്വം വൈഫോട്ട് ഇരിക്കുകയാണ് ക്ലാസ്സിൽ, അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പുറത്ത്. ആ കാര്യം ചെയ്യാറൊന്നുമില്ല, ആള് തലേ ദിവസം രാത്രി വിട്ട് വൈഫിന് വേണ്ടി അവിടെ ഇരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. മാഷാ അല്ലാ, അവർക്കിടയിൽ ആ ഒരു ബന്ധം കൊണ്ടാണ് അത് വന്നിട്ടില്ല. അപ്പൊ ഓരോരുത്തരും കണ്ട് പഠിക്കാൻ നമുക്കൊക്കെ ഉള്ള ഒരു കാര്യമാണ്. ലൈഫിലൊക്കെ ഏത് സമയത്താണെങ്കിലും ഒന്നിച്ചിരിക്കാന്നുള്ള സാധനം ഉണ്ടല്ലോ. സന്തോഷം. നിങ്ങൾ പറഞ്ഞു സാറേ. ഏതായാലും ഒരുപാട് സന്തോഷം. അതില്
ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ സാറ് പറഞ്ഞാൽ എനിക്കൊരു ഇതായിട്ട് ഇന്ന് നമ്മൾ സെഷനായിട്ടല്ലട്ടോ പോണത്. നമുക്ക് വേറൊരു സെഷൻ തന്നെ ചെയ്യാം. ഇന്ന് എനിക്ക് ഇങ്ങനെ നമുക്ക് വേണം നാളെ സെഷൻ ആക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ആക്കാം. ഇന്ന് എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാല് ഈ ഓരോരുത്തർ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഒന്ന് വെച്ചാല് നിങ്ങളിപ്പം നിങ്ങൾ പറഞ്ഞല്ലോ പ്രോഗ്രാമിന് വന്ന സമയത്ത് നിങ്ങൾ ഒരു ന്യൂനതകളും കണ്ടിട്ടില്ല. അത് ഒന്നാമത് വെച്ചാൽ നിങ്ങളെ മനസ്സിന്റെ നന്മയാണ്. നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ നന്മയിലേക്ക് നോക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവരെന്താ ഇന്നും ഇപ്പൊ ക്ലാസ്സിൽ കയറിയിട്ട് ഇപ്പൊ ക്ലാസ് എടുക്കുന്നില്ലേ, വെറുതെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. സെഷൻ എന്നുള്ള രീതിയിൽ പോണേക്കാട്ട് കൂടുതൽ എന്താവുക, ഒരാളുടെ മനസ്സിൽ തറയ്ക്കുക. ആ കഥകൾ പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു പിക്ചറായിട്ട് ഇങ്ങനെ ഇതിൽ വേറൊരു കാര്യം എന്താ അറിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ടി, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ഫോക്കസ് മാറിയ സമയത്ത് ഇപ്പൊ നിങ്ങൾ വൈഫും അല്ലെങ്കിൽ ഫാമിലിനോട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് കെയറിങ് കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നതല്ല. അത് നിങ്ങളെ ബിസിനസ്സിലും ഒക്കെ പ്രതിപാദിക്കുക. അതിന്റെ കാരണം എന്താ അറിയോ, നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ത് കാര്യം എന്നറിയോ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാന്നാ പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യയോട് മറ്റുള്ള നാട്ടുകാരെ പോയി സഹായിക്കുന്ന വീടുണ്ടാക്കി കൊടുക്കുന്ന ആളെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യനോട് നല്ല പോലെ പെരുമാറുന്ന ആളാണെന്നാ. അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ മീൻസ് അങ്ങനെ ആള് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അള്ളാന്റെ ഒക്കെ സ്നേഹം നമുക്ക് കിട്ടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താവും, ബറക്കത്ത് എല്ലാത്തിലും വരും. ബറക്കത്ത് എങ്ങനെയാ വരുന്നത്? അള്ളാഹ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാത്തിലും ബറക്കത്ത് വരും. നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ബറക്കത്ത് ബ്ലെസ്സിങ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ പൈസ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെറിയ സമയം കൊണ്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കാഴ്ചവെക്കാൻ പറ്റും. സ്റ്റാഫുകൾ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. സമാധാനത്തിന് വേണ്ടി സമാധാനം അല്ലാണ്ട് എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഫാമിലിയിൽ ആരിപ്പം ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ള സമയം പ്രൊഡക്റ്റീവ് ആക്കുക. ആ സമയത്ത് വെറുതെ ദേഷ്യവും വെറുപ്പും പ്രശ്നങ്ങളും ഫോണിൽ കളിച്ചിരിക്കുന്നതിന് പകരം ഈ കൂടുതലുള്ള സമയത്ത് കുറച്ച് സമയം അവരുമായിട്ട് ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ, ഹൃദയാന്തരങ്ങളിലുള്ള ആ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാണ്ടല്ലോ എല്ലാ മേഖലയിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരും. അപ്പം പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഈ ഫാമിലിയിൽ ഫോക്കസ് ഫസ്റ്റ് കൊടുത്താൽ എല്ലാത്തിലും കണക്ഷൻ മാറി വരും കേട്ടോ. എന്റെ ലൈഫിലെ എക്സ്പീരിയൻസും കൂടെ ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. സന്തോഷം സാറേ, താങ്ക് യു സോ മച്ച്. അടുത്തത് ആരാണ്? മാഷ മാം. ഞാനൊന്നും കൂടി പറയട്ടെ. സിനിമ ഞാൻ പറഞ്ഞോളൂ. ഞാനിവിടെ കൂടെ ഉണ്ട്. ഞാൻ വേറൊരു ക്ലാസ്സിലാണ്, ഹോസ്റ്റാണ്. അപ്പൊ അതിന്റെ ഒരു ചെവി ഇതിലുമായിട്ടിരിക്കുകയാണ് കേട്ടാ ഞാൻ. അങ്ങനെ ഇരിക്കണ്ട, ഏതെങ്കിലും ഒന്നിൽ ഇരുന്നാ മതി. അവിടെ ഇരുന്നോളി, നിങ്ങൾ അവിടെ ഇരുന്നോളി. സാറൊന്ന് കേട്ടിട്ട് പറഞ്ഞു. ഹോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലിരിക്കുകയാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും ജോയിൻ ചെയ്യുമ്പോ ചിലപ്പോ കയറാനൊന്നും പറ്റൂല. ഇത് ഷാക്കിർ സാറൊക്കെ ഹസ്ബൻഡ് കേട്ടിട്ട് മാമിന് പറഞ്ഞുതരും എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. അല്ല, ആർക്ക് ഷെയർ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആണ് ആൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അല്ലല്ല, മാം പറയുന്നുണ്ട്, ഇപ്പൊ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അല്ല ലാസ്റ്റിൽ പറയണേ പറയാം. ലാസ്റ്റ് വിളിക്കാം, ലാസ്റ്റ് സംസാരിക്കാം. ഇപ്പൊ അവിടെ ഓക്കെ. അടുത്ത ആരായിരുന്നു? മുബീന മാം. മാഷ മാം കാണില്ലല്ലോ ഇപ്പൊ. ഞാൻ വിളിച്ച പോലെ ലെഫ്റ്റ് ആക്കിയാന്ന് തോന്നുന്നു, ഓടി രക്ഷപ്പെട്ട്. മുബീന മാം എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസോ ഇതുവരെ ടൂൾസോ കാര്യങ്ങളോ ചെയ്ത സമയത്ത് എന്തെങ്കിലും എനിത്തിങ്? അടുത്തത് സുഹറ മാം. നിങ്ങളെ വിചാരിക്കുന്നുണ്ടാവില്ല ഇവരൊക്കെ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊന്നും പറയാനില്ലല്ലോ, മ്യൂട്ടാക്കി എന്താ പറയാന്ന് ആലോചിക്കാണോ? ഓരോരുത്തർക്കും ഓരോ രീതിയിലാവട്ടോ. നമുക്ക് കണക്ട് ആയത് പറഞ്ഞാൽ മതി. പലർക്കും പല ഡയമെൻഷൻ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഞാന് അതല്ല, വെരി താങ്ക്സ്. കാരണം ഞാൻ ആദ്യം ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്നായിരുന്നു. കുറച്ച് കാലമായിട്ട് അത് ഒക്കെ കട്ടായി പോയിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ യൂണിക് ഫെസ്റ്റിൽ എത്തിയപ്പോൾ വീണ്ടും എനിക്ക് അത് നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോറി കേട്ടോ, പോയോ.
അല്ല മാം കേൾക്കുന്നുണ്ട്. ഇല്ലേ, പറഞ്ഞോളൂ. കേൾക്കണ്ട. അപ്പോ പിന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണല് അഫ്സൽ സാർ പറഞ്ഞ ഒരു ടൈപ്പിനുള്ള നമ്മുടെ ഓരോ പോയിന്റ്സും വെച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി. അതിൽ എനിക്ക് വന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ഈ മസിൽ, അപ്പർ തൈ ഭാഗത്തുള്ള മസിൽ ഭയങ്കര പെട്ടെന്ന് നടക്കുമ്പോൾ ഒരു സ്റ്റക്കാവുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പം ഞാൻ എപ്പോഴും പറയും എന്തോ ഒരു പിടുത്തം അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് അതേപോലെ എഴുതിയതിന് ശേഷം ആ ഒരു പിടുത്തം ഇങ്ങോട്ടോ പോയതാണ് എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തത്. ഞാനത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്, ലേഡീസ് ഗ്രൂപ്പ്, മോർണിംഗ് സ്റ്റാർ വിങ്സ് എന്ന് പറയും. അതിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയണേ, എനിക്കിപ്പോൾ നടക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടൊക്കെ വന്നിരുന്നത്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. പിന്നെ കുറച്ചൊരു ഗ്യാപ്പിൽ പെട്ടെന്ന് അതൊക്കെ സ്റ്റക്കായി. ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഇടയിൽ എനിക്ക് ഇതേമാതിരി എഴുതാൻ ടൈം കിട്ടിയിരുന്നില്ല, കാരണം കുറച്ച് പ്രോഗ്രാമിൻ്റെ തിരക്കിലൊക്കെ ആയപ്പോൾ. എന്നാലും ഞാൻ മാക്സിമം 11-11:30 ആയാലും ഇരുന്ന് എഴുതിയിട്ട് കഴിയുന്നത് കിടക്കാൻ നോക്കും. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം അത് എഴുതി വെക്കാറാണ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചേഞ്ച് അത് വന്നു. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നി, മറ്റേ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പെട്ടെന്ന് ചൂടാവുക. ഇപ്പോൾ ഹസ്ബൻഡ് എന്തും പറഞ്ഞാലും കഴിയുന്നതും സൈലന്റ് ആയിട്ട് ഇരിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് വീണ്ടും വന്നു. മറ്റേത് അത് കേൾക്കുമ്പോൾ സങ്കടം വരും, ദേഷ്യം വരും, അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും. ഇപ്പം ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല. അവസരം സാറ് പറഞ്ഞ മാതിരി ഞാനത് മൈൻഡ് ചെയ്യാതെ അതായിട്ട് വിട്ടുകൊടുത്തിട്ട് പോവാറാണ് പൊതുവെ. എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ ഇപ്പം അത് സാരമില്ല എന്നുള്ളത് ഒരു ഗ്യാപ്പ് അവിടെ ഇതാക്കും. എന്നാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പിന്നെ അങ്ങോട്ട് നോർമലായിട്ട് ഞാൻ വരും. കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും. എന്ത് ഇത് വന്നാലും അതിലൊരു നെഗറ്റീവ് വരാതെ ഞാൻ എന്തൊരു നെഗറ്റീവ് കേട്ടാലും പോസിറ്റീവ് ആക്കുക, എല്ലാവരെയും പോസിറ്റീവ് ആക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ആദ്യം മുതലേ എനിക്കുള്ളത്. അപ്പം അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഫൊർഗീവ്നെസ് നല്ല എഫക്റ്റീവ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നത്. അപ്പം എപ്പോഴും ഞാൻ അത് ഫൊർഗീവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു ടൈം ഷെഡ്യൂളിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വീണ്ടും എന്നെ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിന് സാധിച്ചു. മിക്ക ടാസ്കുകളും ഇപ്പോൾ എക്സസൈസ് ഞാൻ വല്ലാതെ ചെയ്യാറില്ല, കാരണം എനിക്ക് കാലിന് നീ പ്രോബ്ലം വന്ന കാരണം ഇടയ്ക്കൊക്കെ ചെയ്യും യോഗ. പക്ഷെ അത് മാത്രമല്ലാത്ത ബാക്കി എല്ലാ ടൂളും കഴിയുന്നതും മാക്സിമം എത്തിക്കാറുണ്ട്. ഇപ്പൊ കുറച്ച് 2-3 ദിവസമായിട്ട് ഞാൻ ഈ ഇഷ്യൂ പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിന് പെയിൻ കൂടിയപ്പോൾ പിന്നെ എനിക്കത് 2 ദിവസമായിട്ട് ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഉണർവ്, ഒന്നും കൂടെ ഉത്തേജനം നൽകിയ ഒരു ഗ്രൂപ്പാണ്. പ്രത്യേകിച്ചും അഫ്സൽ സാറിൻ്റെ ക്ലാസ്സുകളും. പിന്നെ ചില ടൈമിൽ എനിക്ക് കയറാൻ പറ്റില്ല, ഞാൻ വേറൊരു കോഴ്സിന് ചേർന്ന കാരണം അത് മൺഡേ ട്യൂസ്ഡേ ആണ് അതിൻ്റെ ക്ലാസ് വരുന്നത്, 7 to 9. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ചില ക്ലാസ്സിന് എനിക്ക് കയറാൻ പറ്റില്ല. അതേപോലെ സാറ്റർഡേത്തെ ഇതിന് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ മിസ്നൻ്റെ ഇന്നലത്തെ ക്ലാസ്സിന് ഞാൻ ജസ്റ്റ് കയറി ഇതായിരുന്നു. എന്ന് വെച്ചാൽ വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ മോഡ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു, ജസ്റ്റ് കേട്ടിരുന്നല്ല. നന്നായിരുന്നു, നല്ല പ്രസൻറ്റേഷൻസ് ആണ് മിസ്സിന് പ്രത്യേകിച്ചും പറയാം. നല്ല ഫ്ലോയിൽ അന്ന് തന്നെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടാണ്, ഒരു ബ്രേക്കും ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു അഫ്സൽ സാർ ആൻഡ് മിസ്ന ആൻഡ് ദ ഹോൾ ടീം. താങ്ക് യു. താങ്ക് യു സൂറ മാം, താങ്ക് യു. ഞാൻ ആള് പ്രോഗ്രാമിന് വന്നതായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് മോർണിംഗ് വിളിച്ചു, ഞാൻ എത്തൂല്ല അറിയില്ല. എനിക്കൊന്നൊരു പ്രോഗ്രാമിന്റെ അന്ന് 7:30-8:45 ആ ഒരു സമയത്താണ് കൺഫേം ചെയ്യുന്നത്. നമുക്കും കൺഫേം ലാസ്റ്റിലേക്ക് അവിടെ സീറ്റ് ഫില്ലായപ്പോ വിളിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ആള് വന്നോട്ടെ എന്ന് കരുതി അങ്ങനെ വന്നു. പിന്നെ ഒരുപാട് അങ്ങനെ പേരക്കുട്ടിനെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ആ സമയത്ത് കുറച്ച് റഷ് ആയിരുന്നെങ്കിലും ആള് വന്ന് നല്ല ഉഷാറായി ടൂൾസ് ചെയ്യാറുണ്ട്. ടൂൾസ് ആള് ചെയ്യുന്നു ഞാൻ പറയാൻ കാരണം നമ്മൾ അനലൈസ് എടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്നലെ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ചെയ്തത്. അപ്പൊ ആളത് പിന്നെ സെമീന മാം, ഫസ്ലു ഷെയർ, അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കണ്ടിരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം ആള് ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നില്ല. ഓരോരുത്തരും ഇതിന്ന് ഇൻസ്പിറേഷൻ എടുക്കാന്നില്ല. അത് ശരിക്ക് ഞാനിപ്പോ ഇത് പറയിക്കാൻ കാരണം എന്താ അറിയോ, ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, നമ്മളിപ്പോ ഈ സെഷനിൽ കയറിയ ആൾക്കാരല്ല, ആരെങ്കിലും റെക്കോർഡിങ് കാണുന്നവര്
ഇപ്പൊ ക്ലാസ് കണ്ടിരുന്നത് എന്താ ഇപ്പൊ കിട്ടിയ ഇവിടുന്ന് അങ്ങനെ ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് കിട്ടിയ ഉപയോഗപ്പെടുത്തിയവർക്ക് ഇത് ദാറ്റ് മീൻസ് ഉപകാരമായിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടി ഒന്ന് അനലൈസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാ. പിന്നെ നേരത്തെ മാം പറഞ്ഞല്ലോ വേദന മാറിയെന്ന്. ആ വേദന മാറാൻ ഒരു പാർട്ട് ചിലപ്പോൾ ഇതായേക്കാം. ഒന്ന് പിന്നെ വേദനകൾ തരുന്നതും പോക്കുന്നതും ഒക്കെ പഠിച്ചോനാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മളുടെ ചിന്തകള് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഒക്കെ നമ്മളുടെ ചിന്തകൾ മോശമാണെങ്കിൽ വരും. ഇപ്പം ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ചില ഇപ്പൊ ചെറുപ്പക്കാർക്ക് വരെ തുമ്മാ വരുന്നുണ്ട്, പക്ഷെ കൂടെ വരുന്നില്ല. ചില ചെറുപ്പക്കാർക്ക് വരെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത് ശ്രദ്ധിച്ചു. BP, ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നങ്ങളൊക്കെ അത് ഭക്ഷണത്തിന്റെ ക്രമീകരണമില്ലായ്മ കൊണ്ട് മാത്രം വരുന്നതല്ല, ചിന്തകളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുകൂടിയാണ്. ചില ആൾക്കാർക്ക് ഉരവേദന ഉണ്ടാവുക, ചില ആൾക്കാർക്ക് കാലുവേദന ഉണ്ടാവുക. അപ്പൊ അത് എന്തെങ്കിലും ട്രോമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? നമ്മള് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാല് അല്ലെ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും. അതെന്താ സംഭവം വെച്ചാല് നമ്മളുടെ ശരീരത്തിലുള്ള സെല്ലുകൾ ഉണ്ടല്ലോ, നമുക്കിപ്പം ചെറിയ ചെറിയ കണങ്ങളായിട്ടല്ലേ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോ മൈക്രോസ്കോപ്പിനുള്ളിൽ പോയ ചെറിയ സെല്ലായിട്ടാണ് ഈ നമ്മളെ എല്ലാ ശരീരവും ഉള്ളത്. ഈ എല്ലാ സെല്ലുകളും 100 ദിവസമൊക്കെ കൂടുമ്പോൾ ഈ സെല്ലുകൾ ഇങ്ങനെ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് സെല്ലുകൾ മരിക്കുന്ന ഡെഡ് സെൽസ് എന്നൊക്കെ കേട്ടില്ലേ, സെല്ലുകൾ മരിക്കുന്നുണ്ട് ഓരോ നിമിഷത്തിൽ, അതിങ്ങനെ റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആദ്യമുള്ള സെല്ലുകൾ പോയിട്ട് നെക്സ്റ്റ് സെല്ലുകൾ വരുമ്പോഴേക്ക് നമ്മളുടെ ചിന്താഗതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടല്ലോ, നമ്മളെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും നമ്മളുടെ ശീലങ്ങളൊക്കെ മാറി വരുന്ന സമയത്ത് പുതിയ സെല്ലുകൾ വരുമ്പം അത് നല്ല ആദ്യമുള്ള ഡിസീസ്ഡ് സെൽസ് പോയിട്ട് നല്ല സെല്ലുകൾ വരാനുള്ള ചാൻസ് കൂടുതൽ. ഞാനിത് പറയാൻ കാരണം പ്ലാസിബോ എഫക്റ്റ് എന്നുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ആളുകൾക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും ചിന്തയിലും ചില മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഹീൽ ചെയ്യാൻ പറ്റാറുണ്ട്. ഞാൻ പറയുന്നത് പുളുവാണ്, അല്ലെ തള്ളാത്തോന്ന് നിങ്ങള് പ്ലാസിബോ എഫക്റ്റ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാല് PL ഞാൻ ഇവിടെ അടിച്ചു കാണിച്ചുതരാം. അത് ഇതാണ് സംഭവം. നമ്മള് നല്ല ഫെയ്ത്തോട് കൂടിയിട്ട് 100% വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ഇതേപോലുള്ള നമ്മൾ സ്ഥിരമായിട്ട് അഫർമേഷൻസും കാര്യങ്ങളും ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ നമ്മളെ ന്യൂറോൺസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്ക് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ ഫോം ചെയ്ത ന്യൂറൽ നെറ്റ്വർക്ക് എന്നാണ് ബേസൽ ഗാംഗ്ലിയ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ തലച്ചോറിലുള്ള ഒരു പാർട്ടാണ് ബേസൽ ഗാംഗ്ലിയ. സ്ഥിരമായിട്ട് നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഹാബിറ്റ് പോയി ഫോം ചെയ്യുന്നത് ഈ ബേസൽ ഗാംഗ്ലിയയിലാണ്. അപ്പൊ നിങ്ങള് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയോ സ്ഥിരമായിട്ട് വായനാശീലമൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങളൊരു കാര്യത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്ലോ ചെയ്യും. നേരത്തെ പറഞ്ഞല്ലോ മിസ്സിനെ സംസാരിക്കും ഫ്ലോ സ്റ്റേറ്റ് എന്ന്. അത് മിസ്സിന്റെ വായനാശീലവും പിന്നെ മിസ്സിനൊക്കെ കിട്ടുന്ന ഗൈഡൻസും കൂടാണ്. പഠിച്ചോന്റെ സഹായവും വായനാശീലം കൊണ്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കും പിന്നെ ഈ ക്ലാസ്സുകളിൽ ഇതിലിങ്ങനെ ഇടപെയിക്കൊണ്ടിരിക്കല്ലേ. നമ്മളെ ക്ലാസ്സിൽ മാത്രമല്ല, എല്ലാ ഇപ്പൊ ഗൈഡഡ് ടോക്ക് ഒരുപാട് ക്ലാസ്സുകൾ വേറെയും കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആയിട്ട് നമ്മളുടെ നാഡീഞരമ്പുകൾ എന്ന് പറയുന്നില്ല, അതിൽ ഇങ്ങനെ ഫോം ചെയ്ത് കിടക്കുന്നുണ്ടാവും. ആ ഫോം ചെയ്ത് കിടക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക് എന്നാണ് ബേസൽ ഗാംഗ്ലിയ ത്രൂ നമ്മളുടെ നട്ടെല്ല് ത്രൂ ഓരോ അവയവങ്ങളിലേക്ക് സംഭവങ്ങൾ എത്തിക്കൊടുക്കും, നമ്മുടെ ആക്ഷൻസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ചിന്തകൾ മാറ്റിയാൽ അസുഖങ്ങൾ വരെ മാറും, അസുഖങ്ങൾ വരാതിരിക്കുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കേണ്ട എന്നിട്ടാണ് ഞങ്ങൾ 2 ആഴ്ചയൊക്കെ പനിച്ചിടുന്നത്. അത് പിന്നെ ചില സമയത്ത് പരീക്ഷണങ്ങളൊക്കെ വരും, അതുകൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് പ്ലാസിബോ എഫക്റ്റ്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ പറ്റി നിങ്ങളൊന്ന് ഡെപ്തിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ കേട്ടോ. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവും, യൂട്യൂബിൽ നോക്കിയാൽ മതി. ഇതാണ് സംഭവം, ഒരു ബേസിക് ഐഡിയ ഞാൻ തന്നതാണ്. പിന്നെ ഫ്ലോ സ്റ്റേറ്റ് പറഞ്ഞ് ഇതിൽ വേറൊരു കാര്യം, നമ്മളെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസസോസിയേഷൻ എന്ന് പറയും. മാം നേരത്തെ പറഞ്ഞല്ലോ, പല ആൾക്കാർ സംസാരിച്ച സമയത്ത് ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ, വൈഫായിട്ടുള്ള റിലേഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അതിലൊക്കെ നമ്മള് ഇപ്പോ ഏതെങ്കിലും ഒരു പാർട്ട്ണർ, ഇപ്പൊ ഹസ്ബൻഡ് ആയിക്കോട്ടെ ഇപ്പം വൈഫ് ആയിക്കോട്ടെ,
ആവശ്യമില്ലാതെ എങ്ങനെ വെറുപ്പിക്കുന്നുണ്ടെന്നോ, നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ എങ്ങനെ മെനക്കെട്ട് നമ്മളെ വയ്യേക്ക് കൂടുന്നുണ്ടെന്ന് തോന്നി എന്ത് ചെയ്യണം എന്നറിയോ? ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാല് അവരിപ്പോ ദേഷ്യം പിടിച്ചോട്ടെ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞോട്ടെ, ഞാനത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഓട്ടോ സജഷനും ഡിസസോസിയേഷൻ എന്ന സംഭവം ഇമോഷണൽ ഡിറ്റാച്ച്മെന്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി ഇപ്പൊ അഫർമേഷൻസ് ചെയ്യുന്നില്ലായിരുന്നു, ഞാൻ മുന്നേ അയച്ചു തന്നിരുന്നു. നമ്മളെ കുടുംബബന്ധം ഇമ്പ്രൂവ് ചെയ്യാനും അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ മേഖലയില് ഇമോഷണലി, സ്പിരിച്വലി, ഫിസിക്കലി, മെന്റലി 4 ഡയമെൻഷനിലുള്ള അയച്ചിരുന്നു. അപ്പൊ അതിങ്ങനെ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാ അറിയോ? സ്ഥിരമായിട്ട് നമ്മൾ നമ്മളുടെ മനസ്സിനോട് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളില് എനിക്ക് എൻ്റെ മാനസികമായിട്ട് അല്ലെങ്കിൽ വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് എൻ്റെ ഞാനൊരു സെൽഫ് കൺട്രോൾ ഉള്ള മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ട് ഒരാൾ അഫർമേഷനോ ആ കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കറിയോ? ഇതേപോലെ ബാക്കിയുള്ള അഫർമേഷൻസും പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം പിടിക്കുക, ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും പറയുകയോ, അപ്പൊ നമ്മൾ എന്തായിരിക്കുന്നറിയോ? അത് ഉള്ളിലേക്ക് കേറൂല. ആ പറയുന്ന കാര്യം മനസ്സിലേക്ക് എടുത്താൽ മാത്രല്ലേ വേദനയും വിഷമങ്ങളും അല്ലെ സങ്കടവും കരച്ചിലൊക്കെ വരുന്നത്. അത് നമുക്കൊരു ഓറ എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും ഒരു ഓറ ഉണ്ട്. നമ്മളുടെ ചുറ്റിനും ഇങ്ങനെ ചില ആളുകൾ കാണുമ്പോൾ തന്നെ നമ്മൾ, ചില ആൾക്കാരെ അടുത്ത് പോയി നിന്നാൽ തന്നെ നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാ വെച്ചാൽ ആ മനുഷ്യന്മാരുടെ ചിന്താഗതി അത്രത്തോളം നല്ലതായതുകൊണ്ടാണ്. നല്ല ചിന്തകളുള്ള മനുഷ്യന്മാർക്ക് ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാവും, ഓരോ മുഖത്തൊരു പ്രകാശം ഉണ്ട്. നമ്മൾ പറയുന്നത് കേട്ടില്ലേ, ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പ്രസന്നത ഉള്ള മുഖമുള്ള ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമാണ്. അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ലോകത്ത് ഇറങ്ങിയിട്ടില്ല. അതിന്റെ ഒരു കാരണം എന്താണ്? അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു. എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ അൽ അമീനായിരുന്നു, സത്യസന്ധനായിരുന്നു. അതേപോലെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോർഗീവ്നെസ്സും ഗാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണലാവും ഏറ്റവും അടിപൊളിയായിട്ട് ദുനിയാവിൽ വേറെ ആരും പഠിപ്പിച്ചു തരാത്തോളം ജീവിതത്തിൽ കാണിച്ചെന്ന വെച്ചരാ. അപ്പൊ അങ്ങനെ ആവുന്ന ഭയങ്കര ഉള്ള സൗന്ദര്യത്തിന് പോലും ഭയങ്കര പ്രസന്നത ആയിരിക്കും. അവർക്കൊരു ഓറ ഉണ്ട്. അവരുടെ അടുത്തേക്ക് അങ്ങനെ ഒരു വിധം നെഗറ്റീവ് എനർജിക്കൊന്നും അടുക്കാൻ കഴിയൂല. എനർജിനെ നമ്മളുടെ ഈ ഓറ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ? എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും നമ്മളോട് നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ എന്ത് പറയുന്നറിയോ? 3 പ്രാവശ്യം ക്യാൻസൽ 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 എന്ന് പറയും. മനസ്സിൽ പറഞ്ഞിട്ടോ. ഇനി ആരെങ്കിലും വൈഫോ ഹസ്ബൻഡോ വന്ന് പറയുമ്പോ ക്യാൻസൽ 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 പോ അങ്ങനെയല്ല പറയാൻ കേട്ടോ. മനസ്സിൽ ക്യാൻസൽ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് അവര് പറഞ്ഞ കാര്യത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് കാര്യം ഉള്ളിൽ പറയാം. ഇപ്പോ നീ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് മക്കളെ നോക്കാനൊന്നും അറിയില്ല, അങ്ങനെ എന്തെങ്കിലും പറ. ക്യാൻസൽ ക്യാൻസൽ. ഞാൻ മക്കളെ നോക്കുന്നുണ്ട്, നല്ല വൃത്തിയായിട്ട് എനിക്ക് നോക്കാൻ അറിയുകയും ചെയ്യാം, ഞാൻ ഇതുവരെ വളർത്തിയിട്ടുണ്ട്, മുന്നോട്ട് നല്ലോണം നോക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്ത് പറയാ, ഉള്ളിൽ പറയാ. അപ്പൊ എന്താ സംഭവിക്കുക അറിയോ? ആ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ ആ വരുന്ന നെഗറ്റീവ് എനർജിനെ കട്ട് ചെയ്യുന്ന പ്രോസസ്സാണത്. അത് കേൾക്കുമ്പോൾ അത് മറ്റേ പണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കേട്ടപ്പോ ഇതൊക്കെ എന്താ വലിയ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ച പോലെ സംഭവിക്കും തോന്നുക. പക്ഷെ ഇത് ചെയ്തു നോക്കി അങ്ങ് മനസ്സിലാവും. ഓട്ടോ സജഷൻ എന്നാണ് ഈ ടെക്നിക്കിന്റെ പേര് കേട്ടോ. അതിന്റെ കൂടെ ഇപ്പം നമ്മൾ ഡിസസോസിയേഷൻ എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലൈഫിലെ ആൾക്കാരുണ്ട് അല്ലാതെ കാര്യം പറ, അതൊന്നും വിട്ടുപോയിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ കേൾക്കുന്നില്ല. ആണോ? തീർച്ചയായും പോസിറ്റീവ് ഹൃദയങ്ങൾ ചേരുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വലയം സൃഷ്ടിക്കും. യെസ് യെസ്, ഓക്കെ സോറി ഞാൻ അറിഞ്ഞില്ലേനോ. നമ്മൾ പറഞ്ഞത് ഡിസസോസിയേഷനെ കുറിച്ചാണ്. ഡിസസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി മാത്രം തരുന്ന ആൾക്കാർ, ഏത് നിമിഷത്തിലും നമ്മളോട് എന്ത് ചെയ്താലും അതിലിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ഡിറ്റാച്ച്മെന്റ് നടത്തുക, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. അവരെന്ത് പറഞ്ഞാലും തല്ലി വല്ലി ഓൻ പറഞ്ഞോട്ടെ, ഓന് ഇഷ്ടമുള്ള പറഞ്ഞോട്ടെ, ഓലോട് പോയിട്ട് ചീത്ത അറിയാനൊന്നും പോണ്ട. അയാള് ആ ലേഡി ഓർ ബോയ് ആരാണോ ഒരു പറയുന്ന കാര്യം ഞാൻ അങ്ങനെ വിലക്കെടുക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായിട്ട് ഉറപ്പിക്കാം.
നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നതും അവരും അങ്ങനത്തെ ആളുകളുമായിട്ട് അകൽച്ച പാലിക്കാം. വെറുതെ അങ്ങോട്ട് പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പോണ്ട. ഒരു നെഗറ്റീവ് പറയണേ പറഞ്ഞോട്ടെ. അല്ലാത്ത നല്ല ആളുകൾ ഉണ്ട്, വേറെ നമ്മളെ ചുറ്റുവട്ടത്തിൽ തന്നെ നല്ല ആൾക്കാരുണ്ട്. എല്ലാരും നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊന്നും ആയിരിക്കൂല. അപ്പൊ എന്ത് ചെയ്യാ, ചെറിയൊരു ആഗ്രഹം പാലിക്കാൻ പറ്റുന്നോടത്ത്. ഞാൻ ഉദ്ദേശിച്ച ഇനി ഹസ്ബൻഡും വൈഫും വേറെ വീട്ടിൽ പോയി താമസിക്കുന്നൊന്നല്ല കേട്ടോ. അത് ഫോർഗീവ്നെസ്സും ഇമോഷണൽ ഡിറ്റാച്ച്മെന്റും കൊണ്ടുവന്നാൽ മെല്ലെ മെല്ലെ റെഡി വന്നോളൂ. നിങ്ങൾ അഫർമേഷൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ സമയത്തും ചിന്തകളിൽ ഇങ്ങനെ അവര് നിങ്ങൾ രണ്ടുപേരും ഏത് ഏത് റിലേഷൻഷിപ്പാണോ ബെറ്റർമെന്റ് കൊണ്ടുവരേണ്ടത് അത് നല്ല രൂപേണ സമാധാനത്തിലും സന്തോഷത്തിലും നിങ്ങളുടെ മക്കളും പേരക്കുട്ടികളും അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ നല്ല സമാധാനത്തോടു കൂടി ജീവിക്കുന്നത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. ആ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഈ വിഷ്വലൈസേഷൻ ഇതിലും കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യാൻ പറ്റും, അതിൽ എഴുതി വെക്കാൻ പറ്റും, വരച്ചു വെക്കാൻ പറ്റും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഓട്ടോ സജഷനും ഡിസസോസിയേഷനും ഇമോഷണൽ ഡിറ്റാച്ച്മെന്റും. ഇതേപോലെ തന്നെ വേറൊരു കാര്യമാണ് റോൾ മോഡലിംഗ് എന്ന് പറയും. സോറി, നമുക്ക് 2-3 ആൾക്കാർ സംസാരിക്കാണ്ട് അല്ലേ, അവരോട് ചോദിച്ചോട്ടെ. ഇത് നോട്ട് ചെയ്ത് വെച്ചോളേ. നമ്മളെ ഈ ടോപ്പിക്സ് പെട്ടതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് കാണിച്ചറിയില്ലേ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടോപ്പിക്കുകൾ ഓരോരുത്തർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതില് ഗോൾ സെറ്റിംഗ് നമ്മൾ പറഞ്ഞതാണ്, വിഷ്വലൈസേഷൻ നമ്മൾ പറഞ്ഞതാണ്, എഫർമേഷൻ പറഞ്ഞു, മെഡിറ്റേഷൻ പറഞ്ഞു. പിന്നെ പ്രെയർ എന്ന് പറയുമ്പം ഇത് പ്രെയർ ഫ്രം ദ ഹാർട്ട് ആണ്. പ്രെയർ ഫ്രം ദ ഹാർട്ട് വേറൊന്നുമില്ല, നമ്മൾ നിസ്കരിക്കുന്ന സമയത്തായാലും അല്ലാതെ പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും നേരിട്ട് പ്രാർത്ഥനയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, അല്ല വസ്ലുക്ക ഞങ്ങൾ ഏതൊക്കെയോ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഇടുന്നുണ്ടല്ലോ ഫ്രിഡ്ജിനുള്ളിൽ ഞങ്ങള്. പിന്നെ പ്രെയർ ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മള് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പഠിച്ചോനെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തരണേ അങ്ങനെ പറയാൻ പോണതിന് പകരം സ്റ്റാർട്ടിങ്ങിൽ എന്ത് പറയാ, നമ്മള് ഫാത്തിഹ ചൊല്ലുമ്പോൾ പോലും സ്റ്റാർട്ടിങ് എന്താണ്, ബിസ്മി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവ് അള്ളാഹുവിനാണ്. റഹ്മാൻ റഹീം, പരമകാരുണികനും കരുണാനിധിയും, പ്രതിഫല ദിവസത്തിന് ഉടമസ്ഥൻ. അപ്പൊ അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അള്ളാന്റെ പേരുകളും അള്ളാനെ ഒരുപാട് വാഴ്ത്തി പറഞ്ഞ് തന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എടുത്ത് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡിൽ തുടങ്ങിയിട്ട് വേണം പിന്നെ ലാസ്റ്റിലേക്ക് മാത്രമേ എന്താവശ്യമുള്ളൂ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയും. എന്താ സംഭവിക്കറിയോ, നിസ്കരിക്കുന്ന സമയത്ത് പോലും നമ്മൾ നന്ദി പ്രകടിപ്പിക്കാനാണ് നിസ്കരിക്കുന്നുള്ളതിൽ നിസ്കരിച്ച് തുടങ്ങി എന്താ സംഭവിക്കറിയോ, നമ്മൾ അധികം പ്രാർത്ഥിക്കേണ്ടെന്ന് വരൂല. നമ്മളെ മനസ്സിലുള്ള പഠിച്ചോന്ന് അറിയൂലേ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ എല്ലാ സമയവും ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഈ ഇശാ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് ശുക്ർ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ശുക്ർ നിസ്കരിക്കുക. ഒരു 2 റക്അത്ത് ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് നന്ദി. ഇപ്പൊ ഞാനിപ്പോ ഇശാ നിസ്കാരം കഴിഞ്ഞിരുന്നത്, ഇനി ഞാൻ കിടന്നുറങ്ങാൻ പോണതിന് മുന്നേ ഒരു 2 റക്അത്ത് ശുക്ർ നിസ്കരിക്കും. ഇന്നത്തെ ക്ലാസ്സിനും ഇന്നത്തെ രാവിലത്തെ കൗൺസിലിങ്ങിനും ഇപ്പം അസുഖമൊക്കെ കുറവുള്ളവരും വൈഫുമായിട്ട് നല്ലോണം നിൽക്കാൻ പറ്റിയാലും ഉമ്മയപ്പയോ അങ്ങനെ തുടങ്ങിയിട്ട് ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും. ആദ്യത്തെ റക്അത്തിൽ ഇദാ ജാ നസ്റുല്ലാഹിൽ ഫതഹ് എന്ന് പറഞ്ഞ സൂറത്തില്ലേ, അത് നന്ദി പ്രകടിപ്പിക്കുന്ന സൂറത്താണ്. 2ാമത്തെ റക്അത്തിൽ അത് 3 പ്രാവശ്യം കേട്ടോ. 2ാമത്തെ റക്അത്തിൽ ഇന്നാത്തിനാക്കൽ കൗസർ സൂറത്ത്. നിങ്ങൾ വിചാരിക്കണ്ട അത് ഞാൻ എവിടെയും വായിച്ചില്ലല്ലോ, ഞാൻ ഉണ്ടാക്കിയ നിസ്കാരം. നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾ ഏത് സൂറത്തോ ഓദിക്കോളൂ, കുഴപ്പമില്ല. ഞാൻ നിസ്കാരം ഉണ്ടാക്കിയതൊന്നല്ല ഞാൻ പറയണേ, മിസ്ഇന്റർപ്രറ്റ് ചെയ്യില്ലേ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, നന്ദി പ്രകടിപ്പിക്കാനായിട്ടൊരു നിസ്കാരം, അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ നിസ്കരിച്ചിട്ട് നിങ്ങൾ ഒരാൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ എന്ത് സ്പീഡിൽ ഉറങ്ങാൻ പറ്റുമെന്ന് അറിയാം. കിടന്ന് ഒരു ആയത്തിൽ കുറിച്ചൊക്കെ ചൊല്ലിയാണ് കിടന്നാൽ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ, ഓൾറെഡി പിന്നെ ഫോർഗീവ്നെസ് ജേർണൽ ആയിക്കോട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആയിക്കോട്ടെ, രാത്രി തന്നെ ചെയ്യണം രാവിലെ തന്നെ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാം. ഇനി വർക്കിന്റെ ഇടയിൽ ഒരു സമയം കിട്ടുകയാണെങ്കിൽ വെറുതെ റീല് നോക്കിയിട്ടോ ആ സമയത്ത് ചെയ്തോളി. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഫോണിലായിരിക്കോളി. സമയം കിട്ടുന്നില്ല, രാത്രി വരുമ്പോൾ ലേറ്റ് ആയി പോകുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഇരിക്കോളി, ഉച്ചക്ക് ഏത് സമയത്തും ഏതെങ്കിലും സമയത്ത് ചെയ്തിച്ചാൽ മതി. പിന്നെ ഒന്നാമത് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാൽ ആ കാര്യമായിട്ട് ഫോർഗീവ്നെസ് ജേർണൽ ചെയ്യാനുണ്ടാവില്ല. കുറച്ച് മുന്നോട്ട് പോയ ആളാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ടൂൾസ് ചെയ്ത ആളാണെങ്കിൽ പിന്നെ അധികം ഫോർഗീവ്നെസ് ജേർണൽ എഴുതാനുണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവും. കാരണം നമ്മളെ ഫോക്കസ് മൊത്തം മാറിപ്പോയിണ്ടാവും. ഫോക്കസ് ഗ്രാറ്റിറ്റ്യൂഡിലും അൺകണ്ടീഷണൽ ലെവലും വരുമ്പോൾ
അധികം ഫോറിനേഴ്സിന് വളരെ സ്കോപ്പ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിൽ പ്രെയർ ഫ്രം ദ ഹാർട്ട്, അത് സയന്റിഫിക് പ്രെയർ എന്ന് പറയും. നമ്മൾ കേൾക്കുമ്പോൾ സയന്റിഫിക് പ്രെയറോ ഇതെന്താ സംഭവം, വേറെ ഒന്നുമില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം സാധാ പ്രാർത്ഥന ആയിക്കോട്ടെ, നിസ്കാരം ആയിക്കോട്ടെ, നന്ദിയിൽ ഫോക്കസ് കൊടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡിന് ഫോക്കസ് കൊടുത്തിട്ടുള്ള നിസ്കാരത്തിനാണ്. അപ്പം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലെ നമ്മളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ആളുകൾ ഇങ്ങോട്ട് വരും, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. പിന്നെ വേറൊരു കാര്യമാണ് വിഷൻ ബോർഡ് നമ്മൾ പറഞ്ഞു, ഓട്ടോ സജഷൻ പറഞ്ഞു, ഡിസോസിയേഷൻ പറഞ്ഞു. പിന്നെ ഉള്ളതാണ് റോൾ മോഡലിംഗ്. റോൾ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മൾ ഓൾറെഡി നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ മനുഷ്യന്മാരുണ്ടല്ലേ. നമ്മളിപ്പോ സ്പിരിച്വൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ ലെവലിൽ മാത്രമല്ലേ, കുറെ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഏറ്റവും വലിയ റോൾ മോഡൽ. പിന്നെ അല്ലാതെ ഇപ്പൊ നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ കുറെ, എനിക്കിപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇപ്പൊ പബ്ലിക് സ്പീക്കേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം അങ്ങനെ ഓരോ മേഖലയിൽ ഓരോരോ ഇഷ്ടം. എനിക്കൊരു 10-16 ആൾക്കാരുണ്ട് ഒറ്റ റോൾ മോഡൽ ആയിട്ട്, പലതിലുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ലീഡർഷിപ്പ് ആയിക്കോട്ടെ, സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ, തവക്കുലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അതിന്റെ ഓരോരോ ആൾക്കാർ, അങ്ങനെ ഓരോരുത്തർക്കും പല ആളുകളും ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ഓരപ്പോ ആയാ മതി എന്ന് അങ്ങനെ ചിന്തിക്കില്ല ചില സമയത്ത്. ഓരെപ്പോലെ ആവാൻ പോകണ്ട, ഞാൻ ഉദ്ദേശിച്ച അവരെ പോലെ ആവണം എന്നല്ല. പക്ഷെ അങ്ങനത്തെ നമ്മള് ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാര് ആ ലെവലിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഫോളോ ചെയ്തിട്ടുള്ള ചില ഹാബിറ്റുകൾ ഉണ്ടാവും, ചില ശീലങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നേരത്തെ എണീക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ദിവസവും ബുക്ക് വായിക്കുന്നതായിരിക്കും. നിങ്ങൾ വലിയ ബിസിനസ് ഓണേഴ്സിനെ മൊത്തം വേൾഡ് റിനൗണ്ട് ബില്യനേഴ്സിന് എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വായനാശീലം ഉണ്ടാവും. വായനാശീലം എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള കഥ ബുക്ക് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നല്ല വിഷനറി മറ്റേ സെൽഫ് ഹെൽപ്പ് ബുക്സ് സ്ഥിരമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബിസിനസ് റിലേറ്റഡ്, സൈക്കോളജി റിലേറ്റഡ്, മൈൻഡ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ ഫ്ലോ സ്റ്റേറ്റ്, ആ ഫ്ലോ സ്റ്റേറ്റും ഗൈഡൻസിലേക്കൊക്കെ ഈ ന്യൂറൽ നെറ്റ്വർക്കും കൂടെ ഫോം ചെയ്തിട്ട് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എൻറ്റയർലി ആള് മാറിപ്പോവും. നമ്മൾ പണ്ടൊക്കെ സംസാരിച്ച രീതി തന്നെ മാറും. നമ്മൾ പണ്ട് വരയ്ക്കുന്ന ടാലന്റ് ഉള്ള ആളാണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് മോഡിലേക്ക് നമ്മൾ ഒരാളെ ചിന്തിച്ചോണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ആരോ ഒരു കഥ പറഞ്ഞ കേട്ടിരിക്കുന്നത്, അവര് സ്ഥിരമായിട്ട് ഒരു വാൾപേപ്പർ വെച്ചിരുന്നു പോലും, ഒരു ചെറിയൊരു കുട്ടീന്റെ ഫോട്ടോ അവരെ ഫോണിലോ ലാപ്ടോപ്പിലോ എവിടെ വന്ന് ആരായിരുന്നു പറഞ്ഞത്, എനിക്കൊന്ന് റൂഹയാട്ടിന് എഡിയൻ ടോക്സ് ഓഫീസിൽ പോയ സമയത്താ ആരോ ഷെയർ ചെയ്താ. അപ്പൊ അവർക്കൊരു മക്കൾ ഉണ്ടായപ്പോ ഈ സെയിം ഫേസ് പോലെ ആ ഫേസ് വെച്ചിരുന്ന കുട്ടി ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ഒരു കുട്ടി ഉണ്ടായപ്പോ ഓൾമോസ്റ്റ് സെയിം ഫേഷ്യൽ എക്സ്പ്രഷൻ. കാരണം ഇതുപോലെ സ്ഥിരമായിട്ട് കണ്ട് ആ ഫേസ് വല്ല ഉള്ളിൽ കയറിയപ്പോ വല്ല ടെസ്റ്റോസ്റ്ററോൺ ലെവലിൽ പോലും ആ ചേഞ്ചുകൾ വന്ന് ആ രീതിയിലുള്ള ആള് വരാൻ പറ്റുന്ന രീതിയിലുള്ള ജെനറ്റിക്കൽ അലൈൻമെന്റ് പോലും അവിടെ സംഭവിച്ചു. അതാണ് ഈ ചിന്ത കാണുന്ന കാര്യങ്ങൾ. നമ്മൾ പറയല്ലേ 83% കാര്യങ്ങളും കാഴ്ചയിലും കാണുന്ന കാര്യങ്ങളാണ് നമ്മളുടെ മൈൻഡ് എടുക്കുന്നത്. 11% കാര്യങ്ങൾ കേൾക്കുന്നതാണ്. 6% കാര്യങ്ങൾ മാത്രമേ സ്മെല്ലും ടേസ്റ്റും പിന്നെന്താണ് ടച്ചും ഓക്കെ സ്മെല്ല് ടേസ്റ്റ് ടച്ച്, ഈ 3 കാര്യങ്ങൾക്ക് 6% മാത്രമേ ഉള്ളൂ. ബാക്കി 94% കേൾക്കുന്നതും കാണുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ലൈഫിലേക്ക് നമ്മളുടെ മനസ്സിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് അവിടുന്നാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതും. നമ്മളെ ബേസൽ ഗാംഗ്ലിയയിലുള്ള സംഭവങ്ങളൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ കണ്ടതും കേട്ടതും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്താണോ സ്ഥിരമായിട്ട് നമ്മളെ പറ്റി പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, കാണുന്നത്, ആ സംഭവങ്ങൾ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. ഇതിന് വേറൊരു കാര്യം പറയാനുള്ളത്, റോൾ മോഡലിംഗ് പറഞ്ഞ് പിന്നെ ഉള്ളത് ചേഞ്ച് ഓഫ് ഹാബിറ്റ് ആണ്. അത് നമ്മൾ ലാസ്റ്റ് പറയും. 1-2 ആൾക്കാരെ കൂടി ഒന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ അത് സംസാരിച്ചാൽ സെറ്റ് ചെയ്യാം. അടുത്ത ആരാണ്? MRK ആരായിരുന്നു? MRK ആരായിരുന്നു ഇഷ്ട? എനിക്ക് അറിയില്ല കേട്ടോ, MRK കറക്റ്റ് ഓർമ്മയില്ല. മുജീബ് റഹ്മാൻ സാറാണ്. മുജീബ് സാറാണത്? കേൾക്കുന്നില്ല. മുബഷീർ സാർ ഉണ്ടായിരുന്നല്ലോ. മുബഷീർ സാർ എവിടെ പോയിരുന്നത്? മുബീന മാം. ഞാൻ റോൾ മോഡലിങ്ങിനെ പറ്റി പറഞ്ഞു വന്നത് എന്തായിരുന്നു അറിയോ?
അവരുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജീവിതത്തിൽ ഫോളോ ചെയ്ത ഹാബിറ്റുകൾ, ശീലങ്ങൾ ഉണ്ടാവും. ആ ശീലങ്ങളെ പറ്റി ഒന്ന് ഗൂഗിളിലോ ചാറ്റ് ജിപിടിയിലോ അടിച്ചു നോക്കിയാൽ അതെന്തായിരുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. എന്നിട്ട് അങ്ങനത്തെ മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അവര് ജീവിതത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഒരാളായി മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടുള്ള ചിന്തകളിൽ ഇങ്ങനത്തെ ആളുകളുടെ ആക്ടിവിറ്റീസും ഇങ്ങനത്തെ ആളുകൾ നേടിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ വലിയ ആളുകളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല പേഴ്സണാലിറ്റി ആയിരിക്കാം, പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ നോളജ് ആയിരിക്കാം. ആ ഏത് രീതിയിലും നമുക്കിപ്പോ ശശി തരൂരിനൊക്കെ എടുത്ത് നോക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എമ്മാതിരിയാ മൂപ്പരൊക്കെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച മനുഷ്യനാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മൂപ്പരാട് തുടങ്ങിയാൽ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നത്, ഇംഗ്ലീഷുകാർക്ക് പോലും അറിയാത്ത വാക്കുകളൊക്കെ മൂപ്പർക്ക് അറിയാം. അത് വായനന്റെ മൂപ്പര്, ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു കൊല്ലത്തില് 365 ബുക്ക് മൂപ്പര് വായിച്ചു. ഒരു ദിവസം ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 365. അതെങ്ങനെ മൂപ്പർക്ക് സമയം അതിനായിട്ട് കണ്ടെത്തി വായിച്ചു തീർത്തതാണ്. അത് എങ്ങനെ ചെയ്തു എന്ന് പഠിച്ചവനറിയാം. ചിലപ്പോ ചില ദിവസം കുറച്ച് കൂടുതൽ ബുക്ക് വായിക്കുന്നുണ്ടായേക്കാം, ബ്രേക്കുള്ള സമയത്ത് വായിക്കുന്നില്ലായിരിക്കും, എനിക്കറിയില്ല. 365 ബുക്ക് മൂപ്പര് ഒരു കൊല്ലം കൊണ്ട് വായിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാനിപ്പോ ഒരു ബുക്ക് തുടങ്ങിയിട്ടിപ്പോ എനിക്കൊരു 10 പേജൊക്കെ മാക്സിമം ഡെയിലി പോകുള്ളൂ. 10 പേജൊക്കെ വായിച്ചാൽ ഒരു മാസം ഒരു 5 ബുക്ക് അങ്ങനെയൊക്കെ പോകും. അതിപ്പോ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറലുണ്ട് കേട്ടോ. അതിനെപ്പറ്റി മിസ്സിനോട് വെച്ചാൽ കൂടുതൽ പറഞ്ഞത്. പിന്നെ അടുത്തത് ആരാണ്? നമ്മളെ നീമ മാം, ഹസ്ന നീമ മാം. മാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ പുറത്തായിരുന്നു, അതുകൊണ്ട് പകുതി ഞാൻ കേട്ടിട്ടില്ല. എക്സ്പീരിയൻസ് അല്ലേ ഷെയർ ചെയ്യണ്ടേ? അതെ അതെ, ഒറ്റ മിനിറ്റ്. ഇതെന്താണ് ബ്രോ നിങ്ങൾ ഉദ്ദേശിച്ച്? എന്നിട്ട് ഇപ്പോൾ എത്തിയത് പാളയത്തിലും എന്താ അർത്ഥം? നിങ്ങൾ മ്യൂട്ടാണ്. കരൂര് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തോന്നുന്നുണ്ട്. പൊളിറ്റിക്കൽ റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. മൂപ്പര് ഇപ്പം BJP പോയോ? നമ്മൾ വിഷയം മാറ്റാം. നമ്മൾ ആ വിഷയം വിട്ടാളി. ഓക്കെ ഓക്കെ, നീമ മാം പറഞ്ഞോളി. ഓക്കെ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത്. അതെൻ്റെ ഒരു കസിൻ ത്രൂ ആണ് ഞാൻ ഈ യുണീക്നെസ്സിൽ വന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്ക്, ഓപ്പണായി പറയാം, ഒരു ഹാർട്ട് ബ്രേക്കിലായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ഈ സെഷനിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമേ അതിൽ കിട്ടിയിരുന്നുള്ളൂ. ഞാൻ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ വെറുതെ പൈസ പോവോ അങ്ങനത്തെ എല്ലാ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. പക്ഷെ അതിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ആ ഒരു സെഷനിൽ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ഓൺലൈൻ സെഷൻസും ഈ ടൈം എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആ ടൈമിൽ ഫുഡ് കഴിക്കുന്ന ടൈം അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഈ റെക്കോർഡിങ്സ് കേട്ട് നെക്സ്റ്റ് ഡേ കേൾക്കും. അപ്പം അത് വെച്ച് ഞാൻ ഫോളോ ചെയ്തിരുന്നു ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും ഫോർഗിവ്നെസ് ജേർണലും. ഈ രണ്ട് കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവായി തോന്നിയത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമ്പോഴാണ് ഇത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്തത്. അവ കിട്ടാത്തതൊന്നും എനിക്ക് തീരെ ഇല്ല എന്നാ തോന്നിയത്. കാരണം അത്രക്ക് ഗ്രാറ്റിറ്റ്യൂഡ് 1000 എന്നൊക്കെ പറഞ്ഞ ടാസ്കില് അതിന്റെ ഒക്കെ അപ്പുറം ഉണ്ട് എഴുതി കൂട്ടാൻ. അതൊന്ന് ആലോചിച്ചാൽ കിട്ടാത്ത അത്രയുണ്ട്. അപ്പോ അതെനിക്ക് ഭയങ്കര ഒരു, കാരണം അത് കേട്ടപ്പോ ഇതൊക്കെ ഇത്ര വലിയതാണോന്ന് സാറ് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിരുന്നു. അതൊക്കെ എഴുതുമ്പോ എങ്ങനെയായിരിക്കും. പക്ഷെ എഴുതി തുടങ്ങിയപ്പോഴാണ് ഞാൻ ചെറുപ്പം തൊട്ടേ ചെയ്ത കാര്യങ്ങളും എനിക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ എത്രയോ നല്ല അനുഗ്രഹങ്ങൾ അള്ളാഹ് തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അത് എഴുതുമ്പോ എനിക്ക് കരച്ചിലാ വരുന്നത്. എൻ്റെ ഉപ്പയും ഉമ്മയും അവരുടെ ബ്ലെസ്സിങ്സ്, അവരുടെ സ്നേഹമൊക്കെ എത്രയായിരുന്നു, ഞാനാണ് അങ്ങോട്ട് കൊടുക്കാത്തത് എന്നുള്ള അങ്ങനത്തെ കുറെ എനിക്ക് കുറ്റബോധം തോന്നി. അതേപോലെ ഫോർഗിവ്നെസ് ജേർണലും എനിക്ക് വന്ന ദേഷ്യങ്ങളൊക്കെ അതിലെഴുതി നമുക്ക് കീറി കളയാനൊക്കെ പറയാം. അപ്പൊ എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ കീറി കളയും, അതുപോലെ കത്തിച്ച് കളയാനൊക്കെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഫക്റ്റീവായി തോന്നി. പിന്നെ അതുപോലെ ഞാന് ഇടക്ക് ഈ അവരോട് തന്നെ തോന്നുന്നു ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് എനിക്ക് ഡൗട്ട്സ് വരുമ്പോ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോ എക്സസൈസ് അങ്ങനത്തെ ചില സമയത്ത് എനിക്ക് ടൂൾസ് ചെയ്യാത്തുമ്പോ എനിക്ക് തന്നെ തോന്നും, അയ്യോ ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. എനിക്ക് ടൈം കിട്ടാതിരിക്കും. പക്ഷെ ടൈം കണ്ടുവച്ച് ചെയ്യണം എന്ന്, അതിലേറെ ബിസിയുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോ
എന്താ ഞാനൊന്നും ഒന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലാവണം. അപ്പോ അതിലെനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും, അതിൽ എനിക്ക് തന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവാണ്. അപ്പൊ ഈ ടീമിനോട് മൊത്തം എനിക്ക് താങ്ക്സ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പൊ നല്ല ഒരു മൈൻഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം മാത്രമാണ്. താങ്ക് യു. സോ മച്ച്. ഒരുപാട് സന്തോഷം. ഇത് ഓരോന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പഠിച്ചവന്റെ ബർക്കത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കിട്ടുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ അൽഹംദുലില്ലാ. സോ മച്ച്. പിന്നെ അടുത്തത് ബിൻസി മാം. മാം താങ്ക് യു കേട്ടോ. ഒരു മിനിറ്റ്. ഈ ബിൻസി ഇവരാണ് എന്റെ കസിൻ. ഇവര് ത്രൂ ആണ് ഞാൻ വന്നേ. ഓഹോ. അപ്പൊ എനിക്ക് ബിൻസിത്താന്ന് ഞാൻ വിളിക്കും. ബിൻസിത്താത്തിനോടും പ്രത്യേക നന്ദി, നിങ്ങൾ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിന്. സന്തോഷം. എന്തായാലും അടിപൊളിയായി പോകാൻ പറ്റട്ടെ. ആ ഒരു കണക്ഷൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് രണ്ടാൾക്കിടയിൽ. ഇത് അറിയുന്ന രണ്ടാളുകളുടെ സംസാരം നമ്മൾ നല്ല രസമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന നമുക്ക് പ്രത്യേക ഒരു അതായത് നമ്മള് നോർമലി ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ മോശം നമ്മൾ സംസാരിക്കില്ല. നമ്മൾ ഫുള്ള് ഗ്രോത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആ ഒരു രീതിയിലേക്ക് എത്തും. ഭയങ്കര രസമല്ലേ ജേണിയാ. അതെ അതെ, നമ്മൾ ആ ഒരു കണക്ഷൻ നല്ല രസമാണ്. ഞാനിപ്പോ എന്റെ വീട്ടിലൊന്ന് നമുക്ക് കറക്റ്റ് അറിയുന്ന നമ്മള് ടീമിന്റെ ഇടയിലാണെങ്കിലും നമ്മൾ അങ്ങനത്തെ ടോക്കിലേക്കാണ് പോവാന്നില്ല. എന്തായാലും സന്തോഷം. ബിൻസി മാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. നീമ ആക്ച്വലി എൻ്റെ ആന്റിയുടെ മോളാണ്. എനിക്ക് ആ ഒരു ആന്റിയുള്ള ആന്റിയുടെ മോളാണ്. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അവള് പറഞ്ഞ പോലെ ഞാനും ചെറിയൊരു പ്രശ്നത്തിലൊക്കെ കൂടി പോകുന്നൊരു ടൈമായിരുന്നു. ആക്ച്വലി ഞാൻ എന്നെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു റിഫക്ക് എന്നെ കുറിച്ച് അറിയണം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. എൻ്റെ മോള് അന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്യാൻസർ സർവൈവർ ആണ് എൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വ്യക്തി ഞാനാണ്. ഓക്കെ. അപ്പോ എൻ്റെ ലൈഫിൽ വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല രീതിയിൽ പോവായിരുന്നു. അപ്പോ മക്കള്, ഞാൻ ആക്ച്വലി ഫാർമസിസ്റ്റ് ആയിരുന്നു, ഫാർമസിയാ പഠിച്ചിരുന്നത്. പക്ഷെ മക്കള് 3 മക്കളാണ്. അവരൊക്കെ ചെറിയ ചെറിയ കുട്ടികളായതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോവാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ ഹസ്ബൻഡും ആ ടൈമിൽ അത്ര എന്താ പറയാ, പോവാനൊന്നും ആക്സെപ്റ്റ് ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടായില്ല, അതൊന്നും വിടാനൊക്കെ. അപ്പോ ആ ഒരു ഇതിൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, കുട്ടികളും കാര്യമായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു എൻ്റെ ലൈഫ്. ഇടയ്ക്ക് ഞാൻ 4 പെൺകുട്ടികളാണ് ഞങ്ങള്, എൻ്റെ ഉപ്പാക്ക്. അപ്പോൾ ഞാനാ മൂത്തത്. അപ്പോൾ ഉപ്പ ഒരു പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് ഞങ്ങൾ വിട്ടുപോയി. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അന്ന് ഞാൻ 3ാമത്തെ മോനെ ഗർഭിണിയായിരുന്നു. ഏകദേശം ഡെലിവറി ഡേറ്റ് ആയിരുന്ന ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഉപ്പാക്ക് പറഞ്ഞാല് ഞങ്ങൾ 4 പെൺകുട്ടികളും ആണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണം, ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളായിരുന്നു. ഉപ്പ ബിസിനസ് ആയിരുന്നു. അപ്പൊ അനിയത്തി ഡെന്റിസ്റ്റ് ആണ്. അപ്പൊ അവള് ഇതേപോലെ കോളേജിൽ പോകുന്ന സമയത്ത് ഉപ്പാനെ വിളിച്ച സമയത്ത് തന്നെ രാവിലെ ഉപ്പാനെ വിളിച്ചിട്ട് എണീറ്റില്ല. നോക്കുമ്പോൾ സൈലന്റ് അറ്റാക്ക്, ഉറക്കത്തിൽ നമ്മൾ സുബഹിന്റെ ടൈമിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയില്ലായിരുന്നു. എന്റെ ചെറിയ അനിയത്തി അന്ന് 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞത് വല്ലാത്തൊരു ഷോക്കായിരുന്നു എനിക്ക്. ഫാമിലിയിലാണെങ്കിലും ഞങ്ങള് അവിടെയുള്ള ആൾക്കാർ എല്ലാവർക്കും, നാട്ടുകാർക്ക് മൊത്തം ഭയങ്കര ഒരു ഷോക്കായിരുന്നു. കാരണം 48 വയസ്സിലാണ് എൻ്റെ ഉപ്പ പോയത്. അപ്പൊ അത് എനിക്കാണെങ്കിൽ പ്രഗ്നൻസിയിലും അപ്പൊ അത് ഭയങ്കര ഷോക്കായി. എൻ്റെ മോനിപ്പോ ഒരു ചെറിയ ലേണിംഗ് ഡിസബിലിറ്റിയും കാര്യങ്ങളൊക്കെ, കാരണം നമ്മൾ പ്രഗ്നൻസിയിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണം കുട്ടികൾക്ക് ബാധിക്കില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ എന്തെന്നായാലും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ആ ഒരു ഇതായപ്പോ എനിക്ക് ഉപ്പാന്റെ ആ ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ ഒരു സ്വന്തം കാലിൽ നിൽക്കണം, ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഇനി 3 കുട്ടികളെ വെച്ച് വളരെ കഷ്ടപ്പെട്ട് ഞാൻ TTC പഠിച്ചു. എൻ്റെ മൂത്താപ്പ ഉപ്പാന്റെ ജ്യേഷ്ഠന് റിട്ടയർഡ് HM ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ചു. ഫസ്റ്റ് തന്നെ കാറ്ററ്റും പാസ്സായി. അങ്ങനെ സ്കൂളിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഒരു എയ്ഡഡ് സ്കൂളിൽ തന്നെ കയറി. മാഷാഅല്ലാഹ് കുഴപ്പമില്ലാണ്ട് പോവായിരുന്നു. അപ്പൊ അത് നമുക്കറിയാലോ, ഇപ്പൊ ഒരു ഭിന്നശേഷി പ്രശ്നം ഇവിടെ കിടക്കുന്നുണ്ട്. ഫസ്ലുക്കാർക്കൊക്കെ അറിയണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ ഞാൻ 2 വർഷം എനിക്ക് സാലറി ഒന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്ത ഒരാളാണ്. പിന്നീട് എനിക്ക് അപ്രൂവലായി. 1 വർഷം അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്ന അപ്രൂവൽ ആയി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത്. അതും വളരെ റയർ ആയിട്ടുള്ള ഒരു ട്യൂമർ ആയിരുന്നു.
നമ്മളെ ഹാർട്ടിന് ജസ്റ്റ് മുകളിലുള്ള റിബ്സിലായിട്ടായിരുന്നു ബോൺ ട്യൂമർ ആയിരുന്നു. അപ്പൊ അത് ആ ബോണ് റിബ്സ് കട്ട് ചെയ്ത് അവിടെ ഒരു മെഷൊക്കെ വെച്ചിരിക്കുകയാണ്. അതുപോലെ ലങ്സിലും ഉണ്ടായിരുന്നു. അതും വളരെ റയർ ആയിട്ടുള്ള ഒരു ട്യൂമർ ആയിരുന്നു ലേഡീസിലൊക്കെ വരുന്നത്. പക്ഷെ അൽഹംദുലില്ലാ അതൊന്നും കുഴപ്പമുണ്ടായില്ല. ക്യാൻസർ വന്നെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൊക്കെ പോവുകയോ അല്ലെങ്കിൽ അതെനിക്കൊരു കാരണം പടച്ചോന്റെ പരീക്ഷണമായിട്ട് ഞാൻ കണ്ടുള്ളൂ. എനിക്ക് മക്കളെ കുറിച്ച് ഓർത്ത് മാത്രമേ ഒരു പ്രശ്നം കണ്ടു. കാരണം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോഴടക്കം പടച്ചോന്റെ അടുത്ത് പ്രാർത്ഥിച്ചത് പടച്ചോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ എന്നെ ആക്കരുത്, കൊണ്ടുപോകണേ നിങ്ങൾ കൊണ്ടുപോയിക്കോളും, പക്ഷെ മറ്റുള്ളവർക്ക് ബാധ്യതയായിട്ട് ഒരിക്കലും എന്നെ തിരിച്ച് എത്തിക്കരുത് എന്നുള്ള ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അൽഹംദുലില്ലാ ഓപ്പറേഷനൊക്കെ വളരെ നല്ലതായിട്ട് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ റിക്കവർ ആയി. 3 മാസം ഞാൻ റെസ്റ്റ് കഴിഞ്ഞ് സ്കൂളിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് സ്കൂളിൽ കുട്ടികളുടെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് എൻ്റെ പോസ്റ്റിൽ പ്രശ്നം വന്നു, എൻ്റെ ജൂനിയറായ ടീച്ചറിൻ്റെയും എൻ്റെ. അപ്പൊ അത് എനിക്ക് വളരെയായിട്ട് എന്താ പറയാ ഭയങ്കര ഡിപ്രഷനായി. കാരണം ഉപ്പാന്റെ ആഗ്രഹത്തിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു അങ്ങനെയൊക്കെ. കാരണം അവിടെ ഒരു ചെറിയൊരു ഈഗോ പ്രശ്നം കൊണ്ട് കൂടിയാണ് എൻ്റെ പോസ്റ്റ് പോയത്. അവിടുത്തെ ടീച്ചേഴ്സ് തമ്മിൽ ഈഗോ പ്രശ്നം കൊണ്ട് ആണ് അങ്ങനെ ഒരു പ്രശ്നം പോസ്റ്റ് പോയത്. അപ്പൊ അതെനിക്ക് അതെ അതെ, വളരെ ഇപ്പൊ മാം പറഞ്ഞത് എങ്ങനെയാണത് സ്ട്രെങ്ത്, കുട്ടികളുടെ സ്ട്രെങ്ത് കുറയുന്ന പറയുന്നത് മീൻസ് അറ്റൻഡൻസ് കുറഞ്ഞതാണോ അല്ലെങ്കിൽ അതായത് അല്ല അതെന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ, ഗവൺമെന്റ് അല്ല പക്ക ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണ്, മാനേജ്മെന്റ് സ്കൂൾ. അപ്പൊ അവിടെ നമുക്ക് കുട്ടികളുടെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ടീച്ചേഴ്സിന്റെ സ്റ്റാഫ് ഫിക്സേഷനും കാര്യങ്ങളും വരിക. അപ്പൊ അതായത് 30 ആ ആ സ്റ്റുഡൻസിന് ഒരു ആ ടീച്ചർ, 31 യെസ് സ്റ്റുഡന്റ് ആയാലാണ് അപ്പൊ കറക്റ്റ് ഒരു 31-32 അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ അതിലാണ് എന്റെ ജൂനിയർ ആയിട്ടുള്ള ടീച്ചറുടെയും പോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്താ പറയാ പിന്നീട് എനിക്ക് അപ്പോഴേക്കും പിന്നീട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും ഈ ഡിപ്രഷനും വന്ന് ഈ സൈക്കോസോമാറ്റിക് ആ ഒരു അസുഖങ്ങളും കാര്യങ്ങളും വന്നു. പിന്നീട് എനിക്ക് ബോഡി പെയിനും കാര്യങ്ങളും വന്നു. അപ്പോൾ അതിന് കുറെ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനൊക്കെ ചെയ്തെങ്കിലും ഒരു മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് മനസ്സിലായത് ന്യൂറാൾജിയാണ്. അതായത് നമ്മൾ ട്യൂമർ എടുക്കുമ്പോൾ അവിടെ അടുത്തുള്ള മസിൽസും അതുപോലെ നെർവ്സും ഒക്കെ കട്ട് ചെയ്യുമല്ലോ. അപ്പൊ എനിക്ക് നന്നായിട്ട് ചെസ്റ്റില് മസിൽ ഡാമേജ് ഉണ്ടായിരുന്നു. അതുപോലെ നെർവ്സ് കട്ട് ചെയ്തിട്ട് നമുക്കറിയാം അവിടെ ആ നെർവിന്റെ എൻഡ് അവിടെ ഇല്ലാന്ന്, പക്ഷെ നമ്മൾ ബ്രെയിനിന് അറിയില്ല. അതായത് ബ്രെയിൻ എല്ലായിടത്തേക്കും സിഗ്നൽസ് വിടുന്ന പോലെ അവിടേക്കും എത്തും. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് അവിടെ എത്തുന്ന അറ്റത്ത് വരുന്ന ഒരു പെയിൻ ആണ്. അപ്പൊ അങ്ങനെ ഇതെല്ലാം പിന്നീട് ഞാൻ കോയമ്പത്തൂർ കൊണ്ടുപോയി കാണിച്ച് ഇപ്പൊ അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പ്ലസ് സ്ട്രെസ്സിനും ഡിപ്രഷനും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു സെഷന്, കാരണം അത്രയും ബോൾഡ്, ക്യാൻസർ വരുന്ന മുന്നേ ഞാൻ അത്രയും ബോൾഡ് ആയിരുന്ന ആളായിരുന്നു. ക്യാൻസർ വന്നതിന് ശേഷം അതിന് ശേഷം എനിക്ക് വെച്ചാൽ ഈ നെർവിന്റെ പ്രശ്നം കൊണ്ടാണോ എന്തെന്നറിയില്ല, എനിക്ക് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവുമായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ നിങ്ങളുടെ അതേപോലെ ഏകദേശം വേറൊരു ക്ലാസ്സും എനിക്ക് ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലെന്താ വെച്ചാല് എന്നിട്ട് ഞാൻ കൺഫ്യൂഷൻ ആയിരുന്നു ഏതിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ താഴ്ച നിസ്കരിച്ചിട്ട് ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട് അപ്പൊ ഏതാണ് അതായത് കമ്പാരിറ്റീവ്ലി നിങ്ങളെ ഫീസിനേക്കാളും ഒരുപാട് ഫീസ് വരുന്ന ഒരു സെഷനാണത്. പക്ഷേങ്കില് എനിക്ക് അന്ന് മിൻഹ പറഞ്ഞ പോലെ അതിൽ കൂടുതലും അവര് യൂണിവേഴ്സ് എന്നാ പറയണം, അതായത് പടച്ചോ എന്നുള്ളതിന് പകരം അപ്പൊ അത് എനിക്ക് എന്തോ ഒരു വല്ലാണ്ടൊരു ഇതായിട്ട് തോന്നിയില്ല. അപ്പൊ നിങ്ങളെ ക്ലാസ്സും വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെയാണ് ഞാൻ നിയമോളോട് പറഞ്ഞത് നമുക്ക് ഇതിനൊന്ന് പോവാം. അതുപോലെ എന്റെ മോളും കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് അവളും എന്താ പറയാ അന്ന് പോയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, പക്ഷെ അവളേതായ ഒരു ലോകത്തിലുള്ള അങ്ങനെ ഒരാളാണ്. അപ്പൊ അങ്ങനെ അവളെയും കൂട്ടി വന്നത്. എന്തായാലും ആ സെഷന് വന്നതിന് ശേഷം എനിക്ക് പഴയ ഞാൻ ആ ഒരു ബോൾഡ് ആയിട്ട് ഫേസ് ചെയ്ത് ആ ഒരു ഇതിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. കാരണം ഡോക്ടേഴ്സ് ആണെങ്കിലും എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് ഒരിക്കലും ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നുള്ളത് എന്റെ മനസ്സിലേക്ക് ഞാൻ എടുത്തിട്ടേ ഉണ്ടായില്ല. പക്ഷെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ ജോലി പോയപ്പോ എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. എനിക്കത് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാൻ തന്നെ കാരണം എന്റെ ഉപ്പ പോയി, അതിനും വലുതല്ല എനിക്ക് ജോലി വേണമെങ്കിൽ ഇനിയും കിട്ടും, നമ്മൾ ട്രൈ ചെയ്താൽ എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലേക്കൊക്കെ എനിക്ക് വീണ്ടും ആ ഒരു ചിന്തയിലൊക്കെ വരാനൊക്കെ കാരണം ഈ ഒരു സെഷനാണ്. അതിനുശേഷം ഈ സെഷൻ നിങ്ങൾക്ക് വരുന്ന മുന്നേ തന്നെ പിന്നെ ഞാൻ എൻ്റെ മോളെയും കൂട്ടി മലേഷ്യയിലൊക്കെ പോയി പിന്നെ ട്രക്കിംഗ് ഒക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നമൊക്കെ ഉള്ള ആളാണ്. പക്ഷെ
എന്തോ പടച്ചോനെ എനിക്ക് കാരണം പിന്നെ ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞ ലൈഫ് എൻജോയ് ചെയ്യാണ്. എനിക്ക് നമ്മള് ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ച്, ഞാൻ പറയുമ്പോ അങ്ങനെ ഒരു റൈറ്റ് ടൈം എന്നൊന്നുമില്ല. നമുക്ക് എന്താ ചെയ്യാൻ തോന്നുന്ന വെച്ചാൽ അത് ചെയ്യാം. അതിന് അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറയാൻ നിങ്ങളെ ഇതിലേക്ക് വന്നത്. അന്ന് ഞാൻ വരുമ്പോഴും എനിക്ക് കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ അത്രയും ഞങ്ങൾ പെരിന്തൽമണ്ണ വീട്, പെരിന്തൽമണ്ണന്ന് കാലിക്കറ്റ് വരെ വരുമ്പോ എനിക്കിനി ക്ഷീണാവോ എന്താന്നൊക്കെ, കാരണം ഈ മരുന്നുകൾ കഴിക്കുന്നതോട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡോക്ടറോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ ഹാഫ് ആക്കി അങ്ങനെയൊക്കെയാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. പക്ഷെ എനിക്ക് അവിടെ വന്നിട്ടും അങ്ങനെ ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും ഏട്ടൻ നീമനോട് പറയുകയും ചെയ്തു എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല, കുറച്ചും കൂടി എനർജറ്റിക് ആയ പോലെ തോന്നി. കാരണം എന്തെന്നറിയില്ല, ഒരു നിങ്ങൾ പറഞ്ഞ പോലെ എന്തോ ഒരു ഓറ അവിടെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാല്. അത് കഴിഞ്ഞിട്ടപ്പോ ഈ ഒരു ടൂൾസ് ആണെങ്കിലും ഒക്കെ നിയമ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോ ശരിക്കും ഇത്രയൊക്കെ നമുക്ക് ഉണ്ടല്ലേ എന്നുള്ള അപ്പോഴാണ് ആ ഒരു ചിന്ത വന്നത്. ഫസ്റ്റില് സാറിന്റെ ആ ക്ലാസ്സിൽ നമ്മള് ബോഡി പാർട്സ് ഒക്കെ എഴുതാൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ എന്താ പറയാ താങ്ക് യു. അപ്പോ എന്താ പറയാ വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. അതുപോലെ ഫോർഗിവ്നെസ് ജേണല് ഇതേപോലെ എന്താ പറയാ ഇതിനൊക്കെ ശേഷം ഇപ്പൊ എന്താ വെച്ചാല് ഇതേപോലെ കുട്ടികളുടെ അടുത്ത് ഞാൻ ഇടക്ക് ദേഷ്യപ്പെടുമായിരുന്നു. അങ്ങനെ എത്രയുമല്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു ഞാൻ. അപ്പൊ അതിന് ഒരുപാട് 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 എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റം എനിക്ക് ലൈഫിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ ജോലി ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുക. കാരണം എനിക്കത് ഒരു എന്താ പറയാ പീസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. കുറച്ച് നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ, വെറുതെ എന്തിനാ നമ്മളത് അത്രയും റിസ്ക് എടുത്ത് എന്താ പറയാ ഒരു മാനസികമായിട്ട് എനിക്ക് അവിടേക്ക് ഒരു പോവാനേ തോന്നുന്നുമില്ല. അപ്പൊ അവരിതെല്ലാം കൊടുത്ത കാശ് തിരിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഓക്കെ അവിടുന്ന് പോരാന്നുള്ളത്. അപ്പൊ അതും ഞാൻ പടച്ചവനത്ത് തവക്കൽത്തല്ല, കാരണം ഞാൻ പടച്ചവനത്ത് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഹൈർ ആണെങ്കിൽ റബ്ബെ എനിക്ക് ആ ജോലി തരിക, അല്ലെങ്കിൽ അതിലും ഉത്തമമായത് നൽകുക എന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ എനിക്ക് രാവിലെ ഏതോ സെഷനിൽ സാറ് പറഞ്ഞിരുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് സാറ് യാ ഹാദി യാ നൂറു യാ അള്ളാ 21 പ്രാവശ്യം നെഞ്ഞത്ത് വെച്ചിട്ട് അത് ഞാൻ സ്ഥിരമായിട്ട് ചെല്ലുന്നു. അത് അതിനുശേഷം എനിക്ക് ഒരുപാട് മാറ്റം വന്നു. അതായത് എനിക്ക് എന്താണോ ഞാൻ വിചാരിച്ചത് എനിക്ക് ശരിക്കും പറഞ്ഞൊരു ക്ലാരിറ്റി ഉണ്ടായില്ലേ എന്താ ചെയ്യേണ്ടത് എന്താ വേണ്ടത് എന്നൊക്കെ. അപ്പൊ അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഓരോ വാതിലുകൾ ഇങ്ങനെ തുറന്നു വരുന്നുണ്ട്. ഇപ്പൊ ഒരു 2 വീക്സ് ആയിട്ട് ഞാൻ യോഗ TTC ചെയ്യുന്നുണ്ട്. അതും നല്ല മാറ്റമുണ്ട്. അതൊരു 6 months കോഴ്സാണ്. അപ്പൊ അതും എനിക്ക് നല്ലൊരു മാറ്റമുണ്ട്. അതുപോലെ എനിക്ക് എൻ്റെ ഒരു എന്താ പറയാ ഡ്രീം ആയിരുന്നു ഹിമാലയം കയറണം എന്നുള്ളത്. പക്ഷെ ഈ ഒരു സർജറി ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ട്രക്കിങ്ങും അതുപോലെ മലേഷ്യ പോയപ്പോ ബാത്തു കേസ് ഉണ്ട് അവിടെ, ഒരു 274 എത്ര സ്റ്റെപ്സ് അതൊക്കെ ഞാൻ അറിയാം അറിയാം കയറിയിട്ടുണ്ടായിരുന്നു. അറിയാം. അപ്പൊ അവിടെയൊക്കെ പോയപ്പോ ഞാൻ എന്റെ കൂടെ ഉള്ളവർക്ക് ലേഡീസ് ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടായില്ല ഞാൻ ഇങ്ങനെ ഒരു ക്യാൻസർ സർവൈവർ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസുഖമാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ സ്റ്റോറി ടൈം ഉണ്ട്. സ്റ്റോറി ടെല്ലിംഗ് ടൈമിൽ അങ്ങനെ പറയുമ്പോഴാണ് അവരവരുടെ ബ്രേക്കപ്പ് ഡിവോഴ്സ് അങ്ങനെ അല്ലെങ്കിൽ ഇതേപോലെ ജോലി റിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ എന്റേത് പറയുമ്പോ നിങ്ങളത് കേട്ടപ്പോ ഞങ്ങളത് ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ എന്റെ അസുഖം ഇത്രയോ ഒരു അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു രോഗി ഞാൻ ഒരിക്കലും തലയിൽ എടുത്തിട്ടേ ഇല്ല. കാരണം നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്ന എത്രയോ പേര് നമ്മൾ താഴത്തേക്ക് ചിന്തിച്ചാൽ മതി. അപ്പൊ ഞാനൊക്കെ ഇപ്പൊ പോകുന്നത് ഞാൻ അൽഹംദുലില്ലാ എനിക്ക് കീമോതെറാപ്പിയിൽ റേഡിയേഷൻ ഒന്നും വേണ്ടി വന്നിട്ടില്ല. ആ ബോണ് കട്ട് ചെയ്തു, അതുപോലെ ലങ്സിലുള്ളതും കട്ട് ചെയ്ത് എടുത്തു, അല്ലാണ്ട് വേറെ എനിക്ക് വന്നിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ അവിടെ MBR ചെല്ലുന്ന സമയത്ത് ചെറിയ കുഞ്ഞു കുട്ടികൾ ഈ റേഡിയേഷനും കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വരുന്ന കാണുമ്പോൾ പടച്ചോനെ അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ട് അല്ലെ എന്താണ് ആ ഒരു ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊക്കെ പടച്ചോനോട് എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. അപ്പോ അതൊക്കെ എനിക്ക് എന്താ പറയാ എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ അതിപ്പോ ഒന്നും കൂടി കൂടുതലായി. അതുപോലെ ഇപ്പൊ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വളണ്ടിയർ ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. ഇനി വേറെ കാര്യം EBCക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. EBC അതായത് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ പോകുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പൊ അതിനിപ്പോ നെക്സ്റ്റ് വീക്ക് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഏതായാലും അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 6 months ട്രെയിനിങ് ഉണ്ട് അവരുടെ. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ അതിന്റെ ഒരു നമ്മളെ വിഷ്വലൈസേഷൻ കൂടിയാണ് ബോർഡിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇൻഷാ അള്ളാ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. പിന്നെന്താ
ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു പടച്ചോനായിട്ട് നിങ്ങളെ എന്നെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ മോള് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടോ, അവള് കിടന്നുറങ്ങിപ്പോയി. ഇൻഷാ അല്ലാ അതിൽ ഇനി നമ്മളെ കൗൺസിലിംഗ് സെഷൻ ഉണ്ടാവുമല്ലോ, അപ്പൊ സംസാരിക്കാം. പിന്നെ എല്ലാരോടും ഇതുവരെ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്തൊന്നും, എനിക്കറിയാം. എന്നെ കണ്ടിട്ടും ഉണ്ടാവില്ല ചിലരൊന്നും. ഏഹ് പിന്നെ എന്തായാലും ഇത്രയും സമയം എനിക്ക് വേണ്ടി തന്നതിന് ഒരുപാട് താങ്ക്സ്. ബോറടിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ഇല്ല ഇത് ഇല്ല പറയണം എന്ന് വിചാരിച്ചു, ലാസ്റ്റിലേക്ക് അല്ല, വേണ്ടി മാറ്റി സന്തോഷം വെച്ചത് സന്തോഷം. തന്നെയായിരുന്നു സത്യം പറഞ്ഞാല്. നമ്മളിങ്ങനെ എന്താ ഫ്ലോയിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കരുത്. സെഷനിലെ ഒരു ജേണി ഇങ്ങനെ ഒരാളുടെ എന്താ പറയാ ലൈഫ് സ്റ്റോറി മൊത്തം ഇങ്ങനെ പറയുമ്പോ നമ്മളൊരു ഫ്ലോയിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കൂലേ, നമ്മൾ ഈ തണുത്ത കാറ്റത്ത് ഇരുന്ന് ഇങ്ങനെ കഥ കേൾക്കുക പറയൂലേ, ആ ഒരു ഫീലിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കായിരുന്നു. ഒരാളുടെ ലൈഫാന്നുള്ളത് എല്ലാ ഏരിയാസും ഇങ്ങനെ പറഞ്ഞു പോയിട്ട് എന്തായാലും ഡ്രീംസും കാര്യങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റായി അച്ചീവ് ചെയ്യാൻ പറ്റിട്ട് ഇൻഷാല്ല. പിന്നെ പറ്റുന്ന പോലെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കണ്ടിന്യൂ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ബ്ലോക്കോ ബ്രേക്കോ ഒക്കെ വരുമ്പോൾ നമ്മളെ കണക്ട് ചെയ്യുക, നമ്മളെ കൂടെ ഉണ്ടാവും ഇൻഷാല്ല. മാമിനൊരു കാര്യം അറിയോ, ഇന്ന് നമ്മൾ ഇപ്പം ഒരു 1.5-1.25 മണിക്കൂറായി തുടങ്ങിയിട്ട്, പക്ഷെ ആളുകളുടെ മനസ്സിൽ നിൽക്കുക ഈ കാര്യമാണ്. ഈ കാര്യം ഞാൻ പറയാൻ കാരണം, എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും ശരിക്കും ഇപ്പൊ മാം പറഞ്ഞല്ലോ, നമ്മള് ശരിക്കും നമ്മളെക്കാട്ടിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ വിൻസി മാം ആ വീഡിയോ മോഡിൽ വന്നിട്ട് തമാശാണ്. സന്തോഷം. കാണാൻ ഒരു ആഗ്രഹം വന്നിരുന്നു, സത്യസന്ധമായി പറയാണ്. ആരാണ് ഈ ആള് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും കേൾക്കാം. മറ്റുള്ളവരുടെ ജീവിതത്തില് നമ്മളെക്കാട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്താണ് ശരിക്കും നമ്മളിതൊന്നും ഒന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാവർക്കും ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണത്, ഒരു റിമൈൻഡർ ആണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള. അൽഹംദുലില്ലാ പഠിച്ചോന് വിവരങ്ങളിൽ എത്തിക്കണം. കാര്യങ്ങൾ എപ്പോഴെങ്കിലും മോളുമായിട്ട് സംസാരിക്കാം മാം. അതെ, ഗ്രൂപ്പിൽ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാം കേട്ടോ. പറയട്ടെ, ഞങ്ങള് എല്ലാരും ഒരു ടേബിളിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഞാന്, നീമ, ബിൻസി, അതെ ഷെഫി, അതെ ഓർമ്മയുണ്ട്. എല്ലാരും ഒരുമിച്ചായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ബിൻസി മാഡത്തിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര മോട്ടിവേഷനാണ്. അവരുടെ ലൈഫ് സ്റ്റോറി അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോ, കാരണം നമുക്ക് അവിടെ വന്നപ്പോ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ ഇത്രയും ഒരു സ്ട്രഗിൾ ചെയ്ത ഒരാളെ കൂടെ അന്ന് ഞാൻ ഇരുന്ന്. അപ്പോ ഇപ്പൊ ബിൻസിന്ന് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ക്ലിക്കായില്ല, പക്ഷെ സ്റ്റോറി തുടങ്ങിയപ്പോ എനിക്ക് പെട്ടെന്ന് ക്ലിക്കായി. കാരണം ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ടേബിൾ ആയിരുന്നു, അപ്പൊ ബെസ്റ്റ് ടേബിൾ ഇട്ടോ അഫ്സൽ സാർ. കണ്ടില്ലേ, ഞങ്ങളെല്ലാരും ഇപ്പോഴും ഉണ്ട് ഇതിനകത്ത്. നീമയുടെ പേര്. അതാണ് ശരിക്കും ഈ എനർജി എന്ന് പറഞ്ഞ സംഭവമേ. നല്ല എനർജി ഉള്ള ആളുകൾക്ക് കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും എല്ലാ കാര്യത്തിലും. നല്ല ആ ഒരു ബോണ്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഒരുപാട് സന്തോഷം. താങ്ക് യു മാം, താങ്ക് യു ഷാനാസ് മാം. അടുത്തത് അബ്ദുൽ ബാസിത്ത് സംസാരിക്കാൻ സാഹചര്യം ഒക്കെ ആണോ? അബ്ദുൽ ബാസിത്ത് KM അല്ലെങ്കിൽ ഹസ്ന മറിയം, അജു മഠത്തിൽ, ഈ 3 ആളും കൂടെയുള്ളത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഹസ്ന മാം പറഞ്ഞോളൂ. ഞാന് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതൊന്നും എഴുതിയിട്ടില്ല, കുറച്ച് സ്റ്റക്കായി പോയി. റീസ്റ്റാർട്ട് ചെയ്താൽ അതൊക്കെ എല്ലാവർക്കും ഞാൻ 2 ദിവസം എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ 2 ദിവസം എഴുതിയിട്ടില്ല, അത് കുഴപ്പമില്ല. ഞാന് ക്ലാസ്സും കുറച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ കേൾക്കാൻ പറ്റിയില്ല. എന്റെ മൂത്താപ്പ അങ്ങനെ വയ്യാണ്ട് ഹോസ്പിറ്റലിലും പിന്നെ മരിച്ച്, അങ്ങനെ ആ ഒരു ഇതില് ആയിപ്പോയി കുറച്ച് ദിവസം. പിന്നെ അതിന്റെ ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ട് ട്രാക്കിലേക്ക് വരുന്നുള്ളൂ. ഇൻഷാ അല്ലാ എഴുതി തുടങ്ങണം ഇന്ന് മുതല്. അത് സംഭവം എല്ലാവരുടെ ലൈഫിലും വരും. ഞാനിപ്പോ എനിക്ക് ആ നല്ല പനിയൊക്കെ പനിച്ച സമയത്ത് മൊത്തം ചില കാര്യങ്ങളൊക്കെ ട്രാക്ക് തെറ്റിപ്പോയിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പം റീട്രാക്കിൽ വന്നപ്പോൾ അൽഹംദുലില്ലാ ആദ്യത്തെക്കാട്ടും എനർജി കൂടിയതാ. ഇനിയിപ്പോ ഈ സൗണ്ട് ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് റെഡി ആയാല് ഇനി കുറെ സംഭവങ്ങൾ ഇനി വരാനുണ്ട് ഇൻഷാ അല്ലാ. റെക്കോർഡിങ്സ് ചോദിച്ചാൽ മതി കേട്ടോ. മെൻഡറെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് അവര് ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഒരാൾ മെസ്സേജ് അയക്കലില്ലേ, ഞാനടുത്ത് ലിസ്റ്റ് ചെയ്ത റെക്കോർഡിങ്സ് ഉണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൽ തപ്പുമ്പോൾ കുറെ ഉണ്ടാവും. നമ്മളെ കയ്യിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒറ്റ സ്ട്രക്ചർ ആയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആവുമല്ലോ, അത് ഓരോന്നായി കണ്ടാൽ മതി. പിന്നെ റീസ്റ്റാർട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം, നമ്മള് ഗ്രൂപ്പിൽ ടാസ്ക് കൊടുത്തിരുന്നേ. അപ്പൊ അത് ഓരോ ദിവസം ഒന്നായിട്ട് സ്റ്റാർട്ട് ചെയ്താല്, അല്ലെങ്കിൽ മെൻഡർ അടുത്ത് പറഞ്ഞാൽ മതി, എനിക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് അയച്ചു തരുമെന്നില്ല. Day 1 തൊട്ട് ആൾ ഓരോ ദിവസം ഒന്നായി അയച്ച് നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ ഈസിയാവും.
അപ്പൊ നമ്മളെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള 3-4 പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇപ്പൊ അവർക്ക് പേഴ്സണലി ടാസ്ക് ഗ്രൂപ്പിൽ കൊടുത്തു കഴിഞ്ഞിങ്ങനെ, പക്ഷെ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഒരു റീസ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ ടാസ്ക് നമ്മൾ കൊടുക്കലുണ്ട് ഓരോ കാര്യങ്ങളായിട്ട്. അങ്ങനെ ശരിയാക്കാം. താങ്ക് യു. നമ്മളെ ഹസീന മാം പോയോ? ലാസ്റ്റ് പറയാന്ന് പറഞ്ഞിരുന്നേ. മീറ്റിംഗ് കഴിഞ്ഞു നിങ്ങളെ? അശിമ മാം ഇവിടെ അല്ലേ? അസീന മാം, ഷാക്കിർ സർ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, പുള്ളിയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ലാസ്റ്റിലേക്ക് വിളിക്കാം, കുഴപ്പമില്ല. ലാസ്റ്റ് നോക്കാം. ബാസിത് സർ, ഈ കാര്യങ്ങളൊക്കെയാണ് കൗൺസിലിംഗ് നമ്മളെ ഈ വീക്ക് കഴിഞ്ഞാൽ തുടങ്ങും ഇൻഷാല്ലാ. ഈ വീക്കിൽ നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് പരിപാടികളൊക്കെ ഉണ്ട്. മോർണിംഗിൽ നടക്കും നോക്കട്ടോ, നിങ്ങളെ കണക്ട് ചെയ്യാം, നമുക്ക് സംസാരിക്കാം ഇൻഷാല്ലാ. പിന്നെ ബാസിത്ത് ഓരും കൂടെ പറയാനില്ല ഇനി എന്തെങ്കിലും? ബാസിത്ത് അവിടെ ഷോപ്പിന്റെ വർക്കിലുണ്ടായിരിക്കും ചിലപ്പോ. പിന്നെ ഇതില് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മളെ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞത് നേരത്തെ, ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ഉള്ള ഒരു ചെറിയൊരു ഭൂമി മാത്രം അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പടച്ചവനോടല്ല. നമ്മളുടെ സൃഷ്ടാവ് അതിലും ഒരുപാട് പുറത്തുള്ള സോളാർ സിസ്റ്റവും അതിന്റെ പുറത്തുള്ള ഈ ഗാലക്സിയും മിൽക്കി വേയും, അത് മിൽക്കി വേകള് എത്ര എണ്ണുണ്ടെന്ന് ഇപ്പോഴും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. ഇൻഫിനിറ്റ് ആയിട്ട് അത്രയും ഒരുപാട് ഗാലക്സികൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണ പടച്ചവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള, യൂണിവേഴ്സൽ ക്രിയേറ്ററോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും മനസ്സിൽ വെക്കുക. അതേപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 70,000-ഓളം ചിന്തകൾ ഡെയിലി ലൈഫിൽ നമുക്ക് വരുന്നുണ്ട്. അതിലൊട്ടുമിക്കതും നെഗറ്റീവായി കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊന്നിനും പറ്റൂല, ഞാൻ എന്ത് ചെയ്താലും തോറ്റു പോകും, എനിക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല, ഞാനെല്ലാം തുടങ്ങി വെക്കും പക്ഷെ തീർക്കൂല, അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റൂല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, ആ രീതിയിലുള്ള ചിന്തകൾ ഇങ്ങനെ എല്ലാ സമയത്തും ഞാൻ ഇൻകേപ്പബിൾ ആണ്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താ സംഭവിക്കുക അറിയോ? അങ്ങനത്തെ ആളുകൾക്കാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുക. അതിൽപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് പേടി. എല്ലാത്തിനും കുറെ കാര്യങ്ങൾക്ക് പേടി ഉണ്ടാവും, വെറുതെ ഇങ്ങനെ വേവലാതിപ്പെടും, പിന്നെ എല്ലാത്തിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. ഒന്നും സ്വന്തമായിട്ട് ഏറ്റെടുക്കൂല, ഞാൻ ചെയ്തതാണ് എന്റെ തെറ്റാണെന്ന് പറയല്ല, എല്ലാത്തിനും അത് ഓന്റെ കാരണം കൊണ്ടാണ്, അത് എന്റെ പാരന്റ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇങ്ങനെയാണ് പറയും. ആങ്സൈറ്റി ഉണ്ടാവും, ഡിസ്പയർ, എല്ലാ സമയത്തും ഇങ്ങനെ ഡിസ്ട്രക്റ്റീവ് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ചിന്തിപ്പിക്കുമ്പോഴേക്ക് അതിന്റെ നെഗറ്റീവ് കാര്യമാണ് ഫസ്റ്റിൽ വരിക. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് അട്രാക്ട് ചെയ്യൂല, ഓബ്സ്റ്റക്കിൾസ് വരും. അതൊക്കെ ഈ നെഗറ്റീവ് ചിന്താഗതി, ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, നല്ല മനുഷ്യന്മാർ, നല്ല ആൾക്കാരുണ്ട്, അതേപോലെ അല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ എന്തും നേരിടാൻ റെഡിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല ഒരു കാലം വരാനുണ്ട്, ആ രീതിയിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന അട്രാക്ഷൻ ആണ്. ഇൻസൈറ്റ് ഉണ്ടാവും. എങ്ങനെ നമ്മള് ഇത് പറയല്ലോ, എന്താണ് കാഴ്ച എന്ന് പറഞ്ഞ കാര്യം പറയാം, ഉൾക്കാഴ്ച ഉണ്ടാവും. ഓരോ സാഹചര്യത്തിലും അതിന്റെ ഉള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സംഭവങ്ങൾ പെട്ടെന്ന് കത്തും. അതേപോലെ തന്നെ നല്ല ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ചിന്താഗതി ആയിരിക്കും, സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, കോൺഫിഡൻസ്, നല്ല സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും, നല്ല എന്ത് കാര്യം തുടങ്ങിയാലോ തീർക്കാനുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടാവും. നോർമലി ആളുകൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കും അവര്. പിന്നെ എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഫസ്റ്റ് അതെങ്ങനെ നേടിയെടുക്കാൻ പറ്റും, എങ്ങനെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് നോക്കുക. അല്ലാണ്ട് ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ തോൽവിയായി പോവോ, ആ രീതിയിലുള്ള തോട്ടുകൾ വരൂല. പിന്നെ അതെന്താ ഇല്ലല്ല, നമ്മളെ കമ്മ്യൂണിറ്റി റിമൂവ് ആക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, കമ്മ്യൂണിറ്റി എന്തിനാ റിമൂവ് ആക്കുന്നത്. പിന്നെ അടുത്തതാണ്, ഈ കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക കേട്ടോ. നമ്മളെ പോസിറ്റീവ് തോട്ട്സ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നുള്ളതാണ് ചേഞ്ച് ഓഫ് ഹാബിറ്റ്സ്. അതിൽപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ, ഇതൊക്കെ നമ്മൾ എന്തിൽ പറഞ്ഞിട്ടുണ്ട്, ടൂൾസ്, ഡെയിലി പ്രാക്ടിക്കൽ ടൂൾസ് ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ സെമിനാറുകളോ, അല്ലെങ്കിൽ ഇപ്പം ഭാഷകൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഭാഷകൾ പഠിക്കുക, പുതിയ ഏതെങ്കിലും പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക, ദിവസം ഒരു 10 പേജെങ്കിലും, അല്ലെ 2 പേജാണ് 2 പേജാണ് ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യുക, ഭക്ഷണ രീതികൾ
കൂടുതൽ ഭക്ഷണം അല്ല ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക. കൂടുതൽ ഓയിലി ഫുഡ് കാര്യങ്ങളൊന്നും അല്ലെ ഷുഗർ കണ്ടന്റ് ഒക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഉറക്കം റെഡിയാത്തവരുണ്ടെങ്കിൽ ഉറക്കമൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുക. പിന്നെ എന്തെങ്കിലും അഡിക്ഷൻസ് സിഗരറ്റ് വലിയോ അങ്ങനെ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് റഷ്യൻ തുടങ്ങിയിട്ടുണ്ടോ അതിന്റെ എക്സസൈസിന്റെ പേരാണത്. ആ റഷ്യൻ ഫുഡാണ് ഇനി യൂറിൻ ലാംഗ്വേജ് മേ അഡിക്ഷൻ. ബി. ആ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ പൂരം കഴിഞ്ഞിട്ട് വെടി പിടിക്കാൻ പറയുമ്പോൾ ഞാൻ ബോർഡിന്റെ പറയുമ്പോൾ നിങ്ങൾ മറ്റേ പറയാ അല്ല ഞാൻ ഇപ്പൊ കണ്ടിട്ടായിരിക്കും. ഓക്കെ. പിന്നെ മൈൻഡിന്റെ കാര്യങ്ങൾ മെഡിറ്റേഷന് മാനിഫെസ്റ്റേഷന് പ്രെയർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം പ്രോസസ്സിന്റെ പേരാണ്. നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് മാനിഫെസ്റ്റേഷൻ. അതിന് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ യൂസ് ചെയ്യുക, വിഷ്വലൈസേഷൻ യൂസ് ചെയ്യുക, അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ആദ്യം അതിന് ഐ ആം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ, എനിക്ക് സന്തോഷവും നന്ദിയും ഉണ്ട് ആ കാര്യം നേടിയെടുക്കാൻ പറ്റിയെന്നുള്ള രീതിയിൽ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്താൽ പ്രയർ ഫ്രം ദ ഹാർട്ട് ചെയ്യുക. ഏതെങ്കിലും സ്കില്ല് ഡെവലപ്മെന്റ് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ, ലീഡർഷിപ്പ് ക്വാളിറ്റി, നെറ്റ്വർക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ് തുടങ്ങിയിട്ടുള്ള എന്ത് സ്പെസിഫിക് സ്കിൽസ് റിലേറ്റഡ് ടു നമ്മളെ പാഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ആ രീതിയിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടോ ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഈ എല്ലാ രീതികളിലും നമ്മൾ ചെറിയ ഇമ്പ്രൂവ്മെന്റുകളെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക് എങ്കിലും നമ്മൾ ഡെയിലി ചെയ്തിട്ടുണ്ടെന്ന് ശ്രമിക്കുക. ചെറിയ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുക, ചെറിയ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക. മെഡിറ്റേഷനും പ്രയറൊക്കെ കറക്റ്റ് ആയിട്ട് 5 നേരത്തെ നിസ്കാരവും അതേപോലുള്ള മെഡിറ്റേഷനൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുക. എന്തെങ്കിലും ചെറിയ രീതിയിൽ പബ്ലിക് സ്പീക്കിങ്ങോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ വളർത്തിയെടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാം. അത് എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവരാൻ, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അത് ലൈഫിൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ടൂൾസിൽ പറയാനുള്ളത് കേട്ടോ. നമ്മളെല്ലാ ടോപ്പിക്സും ഒരുവിധം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ആ ഒന്ന് സ്ലൈഡുകൾ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് അതിൽ റോൾ മോഡലിംഗ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാട്ടോ. നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് 4 ഇയേഴ്സ് പറഞ്ഞു, ആറ്റിറ്റ്യൂഡ് പറഞ്ഞു, അൺകണ്ടീഷണൽ പറഞ്ഞു, ചേഞ്ച് ഓഫ് ഹാബിറ്റ് ഇപ്പൊ പറഞ്ഞു, ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡും ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറഞ്ഞു, ഗോൾ സെറ്റിംഗ് പറഞ്ഞു, വിഷ്വലൈസേഷൻ, അഫർമേഷൻ, മെഡിറ്റേഷൻ, പ്രെയർ ഫ്രം ദ ഹാർട്ട്, റോൾ മോഡലിംഗ്, വിഷൻ ബോർഡ്, ഓട്ടോസജഷൻ, ഡിസോസിയേഷൻ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോടെ. ഏതെങ്കിലും ക്ലിയർ ആവാത്ത ഭാഗമുണ്ടോ? കുറച്ച് ആൾക്കാരുള്ള ഇവിടെ എന്നാലും എനിക്ക് തോന്നുന്നു അശ്വിൻ സാറേ നമുക്ക് ഒരു ചെറിയ വോയിസ് കൊടുക്കാം ഗ്രൂപ്പില്. ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ നിങ്ങൾ പറഞ്ഞ എന്ത് പറഞ്ഞോ? ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞതാ. ഓക്കെ കേട്ടില്ല. എന്നാലും ഓക്കെ സെറ്റ് അല്ലേ? വേറെ എന്തെങ്കിലും നമ്മൾ അസീന മാമും കൂടെ ഉണ്ട്. കഴിഞ്ഞോ? അസീന മാമിന്റെ കഴിഞ്ഞോ ഷാക്കിർ സാറേ? ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മീറ്റിംഗ് കഴിഞ്ഞോ? മീറ്റിംഗ് കഴിഞ്ഞു. കഴിഞ്ഞില്ലേ? നമുക്ക് ഇനി അറിയാലോ, ഇത്രയും താമസിച്ചില്ലേ, നമ്മൾ ഇനി ഒരുമിച്ച് കൂടെയല്ലേ ഇടയ്ക്കിടയ്ക്ക്. ഇതിന്റെ ഭാഗമല്ലേ ഞാനിപ്പോ ക്ലാസ്സിന് ചേർന്നത് തന്നെ. അതെ അതെ. ഞാൻ കൊറേയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മിറർ ആൾക്കാ അത് സംഭവം നടക്കണില്ല. കണ്ണാടിയിൽ മുമ്പ് ചെന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. അത് പതിയെ പതിയെ റെഡി ആയിക്കോളും. ഇനി മറ്റേ ക്ലാസ്സിലും കൂടെ സാറുണ്ട് ഇപ്പൊ പറഞ്ഞു തരും കേട്ടോ. എല്ലാം ഏകദേശം ഒക്കെ ചെയ്തിട്ടുണ്ട്. വിഷൻ ബോർഡൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വണ്ടി ഓടിക്കാൻ പഠിക്കണുണ്ട്. കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു, നടന്നില്ല. ഇപ്പൊ എന്തായാലും പഠിക്കണമെന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഇതും കൂടി കഴിയുമ്പോ കൊറേയൊക്കെ ശരിയാവുമായിരിക്കും. പിന്നെ ഇപ്പൊ മോന് ഇത് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി മോനും മരുമോക്കും ഒക്കെ അടുത്ത് ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ കഥകളൊക്കെ കേട്ടപ്പോ അവർക്കൊക്കെ ആഗ്രഹമുണ്ട്. ഇത്തിരി നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആയി പോവും. അതൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പൊ ബിൻസി മാം ഒക്കെ പറഞ്ഞത് കുറച്ച് ഞാൻ കേട്ടു. അതൊക്കെ വന്നു കഴിഞ്ഞാല് എങ്ങനെ അത്രയും കരുത്ത് സമ്പാദിക്കണമെങ്കിൽ ഇത്തിരി പാട് തന്നെ. ഭയങ്കര ഞാനൊക്കെ പെട്ടെന്ന് ഡൗൺ ആയി പോണ ഒരാളാണ്. അത് എനിക്ക് തോന്നണം. ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളാണ്. ഇത്തിരി ആ രീതിയിൽ വളർന്നു വന്നത് കൊണ്ടായിരിക്കാം.
നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇപ്പൊ അവിടെ ഇന്നലെ വന്നവരായാലും ഇതിലായാലും എല്ലാം ടീച്ചർമാര്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇരിക്കുകയല്ലേ. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ അതിന്റെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ട് എത്തിച്ചത് നല്ലൊരു ടീമിനോടൊപ്പമാണ്. അതിന്റെ അതില് എന്താ അറിയോ, അത് മാമിന്റെ മനസ്സിലുള്ള ഒരു ചിന്ത മാത്രമാണത്. മാമാണ് അവിടെ ഏറ്റവും ഉഷാറായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല മാം, ഇതൊക്കെ എനർജി. നമുക്ക് എല്ലാവർക്കും ഒരു ഊർജ്ജതലം ഉണ്ട്. ആ ഊർജ്ജതലത്തിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എല്ലാവരും സർട്ടിഫൈഡ് ആയി, അവരെല്ലാവരും വലിയ ക്വാളിഫിക്കേഷൻ ഒക്കെ വേറെ ബാക്കിലുണ്ടെങ്കിലും ചിലപ്പോ മാമായിരിക്കും അവരെക്കാട്ടിലും ഉഷാറായിട്ട് മുന്നോട്ട് പെർഫോം ചെയ്യാം. അത് പറയാൻ പോലും പറ്റൂല. അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനർജി അല്ലെങ്കിൽ ഓറ അല്ലെങ്കിൽ ബർക്കത്ത്, അതൊക്കെ ഇതില് പാർട്ടാണ്. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എക്സ്പീരിയൻസ് വലിയൊരു ഇതാണ്. അതൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ടില്ല എന്നല്ലേ, നിങ്ങൾ നാട്ടിലത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതും ഈ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നതും, പ്രത്യേകിച്ച് നമ്മൾ ഏജും കൂടെ കൺസിഡർ ചെയ്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ചില്ലറല്ല. മറ്റേ ആനക്ക് ആനന്റെ വില അറിയൂല പറയൂലേ, ആനല്ലേ വേണ്ട സംഭവത്തിന് ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഉള്ളത്. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ ഞാനിങ്ങനെ ഇവിടെ എന്തോ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പോയപ്പോ ഈ നമ്മളെ തള്ളവിരൽ വെച്ചിട്ട് എന്തോ ഒരു ടെസ്റ്റ് നടത്തി. അപ്പൊ എല്ലാവർക്കും ഒരു സാധാരണ എന്താണെന്ന് എനിക്ക് അറിയില്ല, മറന്നുപോയി, കുറെ നാളായി. എല്ലാവർക്കും ഒരേ പോയിന്റ് 2, 4 അങ്ങനെ. അപ്പൊ എന്റേത് വീണ്ടും വീണ്ടും ഒരു 3-4 പ്രാവശ്യം നോക്കിയിട്ട് പറഞ്ഞു ഇത് റെയർ ആണല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു പേടിയായി, അതെന്ത് പറ്റി 9 എന്താണ് കിട്ടിയത്. അപ്പൊ വീണ്ടും ഒരു 3-4 പ്രാവശ്യം നോക്കിയപ്പോ ഞാൻ പേടിച്ചു, അടിച്ചു പോവും ഉടനെ, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോഴാണ് അവര് പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയൊക്കെ കൊണ്ടുപോകാനും ഇതിനൊക്കെ ഒരുപാട് കഴിവുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാതിരുന്ന ശരിയാവൂലല്ലോ, അങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പൊ അതാണ് നമ്മളെല്ലാരും പറഞ്ഞില്ല, നിങ്ങൾക്ക് മാത്രമേ തോന്നാത്ത വിഷയമുള്ളൂ. അത് ചില സംഭവങ്ങൾ നമുക്ക് അറിയൂല, ചുറ്റുള്ള ആരെങ്കിലും പറയുമ്പോഴാവും എനിക്ക് അതുണ്ട് മനസ്സിലാവാ. എനിക്ക് ക്ലാസ് എടുക്കാൻ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അഫ്സൽ സാറോട് പറഞ്ഞിരുന്നേ എനിക്ക് അതിന് ആവൂലല്ലോ എന്നില്ല. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റേജിലെ കുറച്ച് ആളുകളെ കാണുമ്പോ ഭയങ്കര ഒറ്റയ്ക്കൊന്ന് കമ്പനിയായി. ഇന്നലെ തന്നെ എല്ലാവരെയും പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് പെട്ടെന്ന് പോയൊന്ന് മുട്ടാനൊരു മടി, മുട്ടിക്കഴിഞ്ഞാലും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണം ഇൻഷാ അല്ലാ. അപ്പൊ എനിക്ക് ഇതെല്ലാം ഒരുമിച്ച് കൂട്ടാൻ ഒരു വലിയ പരിപാടിയൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 2 മക്കളെ വിവാഹത്തിന് നമ്മൾ തന്നെയാണ് വലീമയൊക്കെ നടത്തി ചെയ്ത്, അതിലെ ഓരോ കാര്യങ്ങളും നോക്കി കണ്ട് വ്യത്യസ്തമായിട്ടാണ് എല്ലാം ചെയ്തത് ഞാന്. സ്റ്റേജിന്റെ കാര്യമായാലും അങ്ങനെ വേറെ 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 എല്ലാ ഇസ്ലാമികമായ രീതിയിൽ ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവന്ന് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ആൾക്കാരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാനാണ് പറ്റാതായി പോണ. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം ഇൻഷാ അല്ലാ. അതേ ഉള്ളൂ ഇൻഷാ അല്ലാ. നിങ്ങൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിച്ച്, നിങ്ങൾ അറിയണില്ല സംഭവം എന്നല്ല എനിക്ക് മനസ്സിലായത്. ഇപ്പോ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നല്ലേ. നിങ്ങൾ റെക്കോർഡിങ്സ് എടുത്തൊന്ന് കേട്ട് വെക്കോണ്ടിട്ടോ, നേരത്തെ സംസാരിച്ചൊക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഫീഡ്ബാക്ക് പറയുന്നതും നമ്മളെ ഫാത്തിമ മാം മറ്റേ പറഞ്ഞിരുന്നു, ആൾ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാ ഫീഡ്ബാക്ക് പറഞ്ഞത് കേട്ടോ. നമ്മളൊരു സ്റ്റുഡന്റ് ക്ലാസ് എടുത്തില്ലായിരുന്നോ, അന്ന് ആള് പറഞ്ഞിരുന്നു എല്ലാം വെച്ചിട്ടാണ് ഫീഡ്ബാക്ക് പറഞ്ഞത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാ ഡയമെൻഷൻസും വെച്ചിട്ടാ പറയാം. ഞാൻ അതായിരുന്നു നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഇത്തിരി സമയം സംസാരിച്ചല്ലോ, പക്ഷെ അവിടെ ഫാമിലി വന്നോ, കരിയർ വന്നോ, ഇമോഷണൽ വന്നോ, സ്പിരിച്വൽ വന്നോ, അങ്ങനെ എല്ലാതും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ സംസാരിക്കുന്നുണ്ട്, നമുക്കൊന്നും കൂടി ഉഷാറാക്കി എടുക്കാതെ ഇൻഷാ അല്ലാ. ആളിവിടെ ലിക്ക് പറയാണ്, ആളൊരു ഉപകാരപ്പെട്ടാണ് പ്രസ്ഥാനത്തിലെ പ്രവർത്തനം, അതിന് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും, അതായിരിക്കാം. ഇൻഷാ അല്ലാ. ഇത് ആൾക്ക് അറിയാത്ത ആള് നമ്മളൊരു അപ്കമിങ് ട്രെയിനർ ആണ് കേട്ടോ. നമ്മളെ യുണീക്ക് കിക്സ് പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരുമ്പോ കാണാം. കുറച്ച് മുന്നേ ഫേസ് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മളെല്ലാ ക്ലാസ്സിലും കയറലുണ്ട്, ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നത്. നമ്മളെ നല്ലൊരു സ്റ്റുഡന്റ് ആണത്. എന്തെങ്കിലും സന്തോഷം. ആരെങ്കിലും ഉണ്ടോ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാന്? അഫ്സൽ സർ എന്തെങ്കിലും? അസീന മാമിനെ തന്നെ ഇങ്ങനെ താത്തി പറയുന്നത് കേട്ടിട്ട് നോക്കാം. ഇത്രയും ടാലന്റ് കയ്യിൽ ഉണ്ടായിട്ട് ശരിയാണ് കേട്ടോ, ഞാൻ എന്നെ എപ്പോഴും താഴ്ത്തി പറഞ്ഞു. അത് പറയരുത് മാം, അത് നമ്മൾ പറയരുത്. അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ് പഠിക്കുന്നുണ്ട്. എന്താ അറിയോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അത് അഫർമേഷൻ ആയിട്ട് മാറും. അല്ലെ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പുള്ളിക്കാരത്തിക്ക് ഉണ്ട് കേട്ടാ, അത് മാറ്റി കൊടുക്കണം. അത് റെഡിയാക്കി എടുക്കാം.
അത് അല്ല പുള്ളി റെഡിയാണ്. അത് നല്ല രീതിയിൽ നല്ല ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്തോ പുള്ളിക്ക് പറ്റുന്നില്ല എന്നൊരു ഞാൻ പറയും, ഇത്രയും നീ എടുക്കുന്നത് എനിക്ക് തന്നെ പറ്റൂലല്ലോ, നീ ഇത്രയും നന്നായിട്ട് എടുക്കില്ല എന്ന് എന്താണ് നിനക്ക് ഇങ്ങനെ തോന്നാൻ കാരണം? അതില്ല. പക്ഷെ എടുക്കുമ്പോഴൊക്കെ നല്ല സൈലന്റ് ആയിട്ട് എടുക്കുകയും ചെയ്യും. പിള്ളേർക്കെല്ലാം നല്ല മറ്റുള്ളവർ വന്ന് ക്ലാസ് എടുക്കുന്നതിനേക്കാളും നന്നായിട്ട് ആ അസിന ഇത്തെ എടുത്ത് നല്ല ക്ലാസ് ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർ പല അല്ല സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ റെഡിയാക്കി പോകുമ്പോൾ എടുക്കും സാറേ. അങ്ങനെ ഇതുണ്ട്. അത് പക്ഷെ റെഡിയാക്കി എടുക്കുക. പുള്ളിക്കാരത്തേക്ക് മാത്രം സെൽഫ് കോൺഫിഡൻസ് ഇല്ല, ഞാൻ ചെയ്യുന്നത് ശരിയാണോ ആണെന്നുള്ളത്. അത് മാറ്റി കൊടുത്താൽ മതി. ഇൻഷാ അല്ലാ. അത് നമ്മൾ ഏറ്റെടുത്തില്ല അഫ്സൽ സാറേ. ഇൻഷാ അല്ലാ. സെറ്റ് ആള് ആവും, സെറ്റ് ആവും. തിരുവനന്തപുരത്ത് നിന്നായിരുന്നോ? ഷഹനാസ് മാം തിരുവനന്തപുരത്ത് നിന്നാണ് അവര്. ഏത് ജില്ലയെന്നാ ചോദിച്ചിരുന്നു ഷഹനാസ്ത. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ആർക്കെങ്കിലും ഒന്നും ആഡ് ചെയ്യാനൊന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു.